നമസ്കാരം. 24-ന്റെ വാർത്താ പ്രഭാതത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് മാർച്ച് 9 തിങ്കളാഴ്ച, കുംഭമാസം 25 ഈ ആഴ്ച ആരംഭിക്കുന്നത് വലിയ സന്തോഷമുള്ള അഭിമാനമുള്ള നിമിഷങ്ങളുമായാണ്. ഇന്ത്യക്കാർക്ക്, പ്രത്യേകിച്ച് നമ്മൾ മലയാളികൾക്ക്, വിഴിഞ്ഞത്തുകാർക്ക് വലിയ അഭിമാനവും സന്തോഷവുമുള്ള നിമിഷമാണ്. തീർച്ചയായും ഇന്നലെ രാത്രി ആഘോഷഭരിതമായിരുന്നു. ഇന്ത്യക്ക് അഭിമാന മുഹൂർത്തം. മലയാളികൾക്ക് അതിലേറെ ആഘോഷം നിറച്ചത് സഞ്ജുവാണ്. 89 റൺസുമായി വിഴിഞ്ഞത്തുകാരൻ. വിഴിഞ്ഞം കേരളത്തിന്റെ അടയാളം അല്ലെങ്കിൽ വിലാസമാണെങ്കിൽ സഞ്ജു ലോകത്ത് തന്നെ മലയാളികളെ അടയാളപ്പെടുത്തുകയായിരുന്നു. ഏതായാലും ഏറെ സന്തോഷമുള്ളൊരു ദിവസം. ഒരു പുതിയ ആഴ്ച ആരംഭിക്കുമ്പോൾ നമ്മൾ എനർജറ്റിക്കായി തുടങ്ങാം. സഞ്ജുവിന്റെ ഫോം, ഇന്ത്യയുടെ വിജയമൊക്കെ ഊർജം പകരട്ടെ ഇനിയുള്ള ദിവസങ്ങൾക്ക്. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. അവഗണനകളുടെ പടുകുഴിയിൽ 1000 തവണ ചവിട്ടിത്താഴ്ത്തിയിട്ടും വിട്ടുകൊടുക്കാൻ ഉദ്ദേശമില്ലാതിരുന്ന ഒരു പോരാളിയാണ് ഇന്ത്യയുടെ 3ാം T20 കിരീട നേട്ടത്തിന്റെ കുന്തമുനയായത്. മലയാളികളുടെ സ്വന്തം സഞ്ജു സാംസൺ. ഒരു മത്സരം പോലും കളിക്കാൻ അവസരം ലഭിക്കില്ലെന്ന് കരുതിയ സഞ്ജു സ്വപ്ന തുല്യമായ നേട്ടങ്ങൾ കരസ്ഥമാക്കിയാണ് അഹമ്മദാബാദിൽ നിന്നും മടങ്ങുന്നത്. എന്തിനെ കളിപ്പിക്കണം, എവിടെ കളിപ്പിക്കണം? സൂര്യകുമാർ യാദവിന് മാത്രമല്ല, പല ഇന്ത്യൻ പരിശീലകർക്കും നായകർക്കും മുൻ താരങ്ങൾക്കും ഉൾപ്പെടെ ഈ ചോദ്യത്തിന് കൃത്യമായ മറുപടി ഉണ്ടായിരുന്നില്ല. തങ്ങളുടെ ഇഷ്ടക്കേട് കൊണ്ടും ഇഷ്ട താരങ്ങൾക്കു വേണ്ടിയും സിലക്ടർമാരും ക്രിക്കറ്റ് പണ്ഡിറ്റുകളുമൊക്കെ സഞ്ജുവിനെ പലതവണ അവഗണിച്ചു മാറ്റി നിർത്തിയതാണ്. സ്ക്വാഡിലെ 14 പേരെയും പ്രഖ്യാപിച്ച ശേഷം മറ്റാരുമില്ലെന്ന് അരിച്ചുപെറുക്കി ഉറപ്പുവരുത്തിയതിനു ശേഷം ദാനമായി നൽകിയിരുന്ന ബാക്കപ്പ് കീപ്പർ സ്ഥാനം. കുറച്ചുനാൾ മുൻപ് വരെയും സ്ക്വാഡിനൊപ്പം കറങ്ങുക മാത്രമായിരുന്നു സഞ്ജുവിൻ്റെ റോൾ. അർഹിച്ച അവസരങ്ങൾ കിട്ടിയില്ലെന്ന് മാത്രമല്ല, ഉറപ്പിച്ച സ്ഥാനങ്ങൾ പലതും നഷ്ടമാവുകയും ചെയ്തു. എന്നാൽ അന്ധമായി വിമർശിച്ച് നിരീക്ഷണങ്ങൾ പടച്ചുവിട്ടവരെ നിങ്ങൾ വായടയ്ക്കുക. 2020 ലോകകപ്പിലെ മികച്ച താരത്തെയാണ് നിങ്ങൾ ഈ കാണുന്നത്. പതിനാറ് ദിവസത്തിനിടെയുണ്ടായ ഈ മാജിക്കിന് വേണ്ടി കഴിഞ്ഞ 11 വർഷമായി സഞ്ജുവും ആരാധകരും കാത്തിരിക്കുകയാണ്. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ സൂപ്പർ 8ലെ തോൽവിക്ക് ശേഷമാണ് ഇന്ത്യൻ ക്യാമ്പിന് ബോധോദയമുണ്ടായത്. ഓപ്പണിങ്ങിലേക്ക് സഞ്ജുവിനെ തിരിച്ചു വിളിച്ചു. ലോക കിരീടത്തിലേക്കുള്ള ഇന്ത്യൻ കുതിപ്പിനുള്ള ശരിയായ ഇന്ധനം ലഭിച്ചത് ഈ ഒരൊറ്റ തീരുമാനത്തിലായിരുന്നു. സമ്മർദ്ദങ്ങൾക്കിടയിൽ നായകൻ ഉയർത്തെഴുന്നേറ്റു. ക്വാർട്ടർ ഫൈനൽ പോലെ വെസ്റ്റ് ഇൻഡീസിനെതിരെ കളിച്ച മത്സരത്തിലും സെമിയിൽ ഇംഗ്ലണ്ടിനെതിരെയും ഫൈനലിൽ ന്യൂസിലൻഡിനെതിരെയും മിന്നുന്ന ഹാഫ് സെഞ്ചുറികൾ. ഫൈനലിലെ ഏറ്റവും ഉയർന്ന സ്കോർ. ഒരു 2020 ലോകകപ്പ് ടൂർണമെന്റിൽ ഇന്ത്യക്കാരൻ അടിച്ചുകൂട്ടുന്ന ഏറ്റവും ഉയർന്ന റൺസ്. ഒരു എഡിഷനിലെ ഏറ്റവും കൂടുതൽ സിക്സുകൾ. ശബ്ദിച്ചത് ബാറ്റാണ്. അവഗണനകളെ അടിച്ചൊതുക്കിയത് മനക്കരുത്തുകൊണ്ടും. അത് പകർന്നു നൽകിയത് സാക്ഷാൽ സച്ചിൻ ടെണ്ടുൽക്കർ ഉൾപ്പെടെയാണെന്നും സഞ്ജു പറഞ്ഞപ്പോൾ ഏതൊരു ക്രിക്കറ്റ് ആരാധകനും രോമാഞ്ചമുണ്ടായി. ഇന്ത്യൻ ക്രിക്കറ്റിന്റെ സ്വന്തം ചേട്ടന് ഇപ്പോൾ അഭിനന്ദന പ്രവാഹമാണ്. ഒരിക്കൽ അടച്ചാക്ഷേപിച്ച് വിമർശിച്ചവർ പോലും നിരനിരയായി സമൂഹ മാധ്യമങ്ങളിൽ വാഴ്ത്തുപാട്ടുകൾ എഴുതുന്നു. വനവാസത്തിന്റെ നാളുകൾ കഴിഞ്ഞു, പട്ടാഭിഷേകവും നടന്നു. തന്നെ അവഗണിച്ചിരുന്ന ഓപ്പണിംഗ് സ്ലോട്ടിൽ ഒരു ഇരിപ്പിടം അയാൾ ആഴത്തിൽ ഉറപ്പിച്ചു കഴിഞ്ഞു. ഇനി ടീമിനെ പ്രഖ്യാപിക്കുമ്പോൾ സെലക്ടർമാർ ആദ്യം എണ്ണി തുടങ്ങുക സഞ്ജു വിശ്വനാഥ് സാംസൺ എന്നാണ്. അതിനപ്പുറം എന്താണ് വേണ്ടത്? സ്പോർട്സ് ഡെസ്ക് 24. വലിയ സന്തോഷവും അഭിമാനവും തോന്നുകയാണ്. ന്യൂസിലൻഡിനോടുള്ള പ്രതികാരമാണ് സഞ്ജു നടത്തിയതെന്ന് പിതാവ് സാംസൺ വിശ്വനാഥ്. സഞ്ജുവിന്റെ പിതാവെന്ന നിലയിൽ അഭിമാനം. ഇനിയും ഇന്ത്യൻ ടീമിന് വേണ്ടി മകൻ പോരാടുമെന്നും സാംസൺ 24നോട് പറഞ്ഞു. രാജ്യത്തിന് തന്നെ അഭിമാനമായി മാറിയിരിക്കുകയാണ് സഞ്ജു സാംസൺ. എന്തായാലും അദ്ദേഹത്തിന്റെ പിതാവ് സാംസൺ വിശ്വനാഥ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. സർ, എത്രമാത്രം സന്തോഷമുണ്ട് ഈ സമയത്ത് പങ്കുവയ്ക്കാൻ? സന്തോഷമാണ്. അതുകൊണ്ടല്ലേ നിങ്ങൾ എന്നെ കാണാൻ വന്നത്, നിങ്ങളെ കാണുന്നത്. ഇപ്പോൾ നിങ്ങളെല്ലാവരും വന്നു. അപ്പോൾ ഞാനാരെയും നിരാശപ്പെടുത്താൻ പാടില്ല. എൻ്റെ പ്രിയപ്പെട്ട മീഡിയ സഹോദരങ്ങൾ, എൻ്റെ മകനെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന കേരളത്തിൻ്റെ മീഡിയ. അപ്പോൾ നിങ്ങൾ എൻ്റെ മകൻ്റെ ഒരു സക്സസ്സിൽ എൻ്റെ അടുത്ത് വന്ന് സന്തോഷം പറഞ്ഞാൽ ഞാൻ നിങ്ങളോട് സന്തോഷിക്കുന്നു.
നിങ്ങൾക്കും സന്തോഷം, എനിക്കും സന്തോഷം. ഈ ന്യൂസിലൻഡിന് എതിരായിട്ടുള്ള ഈ ഒരു മാച്ച് ഇതൊരു പ്രതികാര നടപടിയായിരുന്നില്ലേ? പ്രതികാരം ചെയ്യണം. സ്പോർട്സിൽ പ്രതികാരം ചെയ്തില്ല പിന്നെ സ്പോർട്സ്മാൻ അല്ല. നമ്മളെ തോൽപ്പിച്ചവനെ നമ്മൾ തിരിച്ച് ഒരു ദിവസം തോൽപ്പിക്കണം. ഇത് ഞാൻ എന്നറിയാമോ, ഉള്ള കാര്യം പറയാം. എൻ്റെ മകൻ ഈ ഫസ്റ്റ് കളി കളിച്ചല്ലോ, ക്വാർട്ടർ ഫൈനൽ കളിച്ചല്ലോ. അപ്പോൾ ആ കളി കളിച്ചപ്പോൾ അവൻ്റെ കളി കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി അവൻ തിരിച്ചെത്തിയിട്ടുണ്ട്. ക്വാർട്ടർ ഫൈനലിൽ അവൻ തിരിച്ചെത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ മനസ്സിൽ കരുതിയ ഒരു കഥ സത്യമായിട്ട് പറഞ്ഞു. ന്യൂസിലൻഡ് അപ്പുറത്തൂടെ ഫൈനലിൽ വന്ന് നിൽക്കണം, പ്രതികാരം ചെയ്യാൻ. എൻ്റെ ചിന്തയാണ്, ഞാൻ ചിന്തിച്ച സത്യസന്ധമായി പറഞ്ഞത്. ന്യൂസിലൻഡ് അപ്പുറത്തൂടെ ഫൈനലിൽ വന്ന് നിൽക്കണം. എൻ്റെ മകൻ തിരിച്ചു വന്നിട്ടുണ്ട്. ഇവിടെ ക്വാർട്ടർ ഫൈനലിൽ തിരിച്ചു വന്നു, സെമി ഫൈനലും. അത് ഞാൻ ക്വാർട്ടർ ഫൈനൽ വന്നപ്പോൾ എനിക്ക് ആ ഒരു ക്വാർട്ടർ ഫൈനൽ ഗെയിമിൽ ഞാൻ മനസ്സിലാക്കി ഇനി അവൻ ഈ കളികളിലും ഇങ്ങനെ പോകുമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കൊരു ചിന്ത ഉണ്ടായിരുന്നു, എൻ്റെ മോനെ അവൻ ക്രിക്കറ്റ് തുടങ്ങിയിട്ട് 10-30 വർഷമായി, 25 വർഷമായി. 5 വയസ്സ് 4 വയസ്സ് തുടങ്ങിയാണ്. ഇന്നേ വരെ അവൻ ഇങ്ങനെ ക്രിക്കറ്റിൽ പരാജയപ്പെട്ടിട്ടില്ല. നമ്മുടെ ഇന്ത്യയിൽ ന്യൂസിലൻഡ് വന്ന് ആ സീരീസിൽ എൻ്റെ മകൻ ഭയങ്കരമായി ഫ്ലോപ്പായിപ്പോയി. ആ ഫ്ലോപ്പായവരെ തന്നെ ഫൈനലിൽ വരണം, അവിടെ ഒരു 50 റൺ അവന് സ്കോർ ചെയ്യണം, അവൻ അവരുടെ മുമ്പിൽ തിരിച്ചു വരണം. ഇതൊരു ചിന്ത എനിക്ക് ഇങ്ങനെ നടന്ന് അലട്ടിക്കൊണ്ടുവരണം. അത് വന്നു, അതവൻ അച്ചീവ് ചെയ്തു. വലിയ സന്തോഷം. ഈ നിമിഷത്തിൽ അച്ഛനും മകനോട് എന്താണ് പറയാനുള്ളത്? എനിക്കെന്താ, എൻ്റെ മകന് എനിക്ക് തരേണ്ട ഏറ്റവും വലിയൊരു സൗഭാഗ്യം എനിക്ക് തന്നു. കാരണം ഞാൻ എൻ്റെ ശ്രീമതിയും എൻ്റെ മക്കളെ ബാല്യത്തിലെ ഇതിൻ്റെ പിറകെ അവന്മാർ തുടങ്ങി. അപ്പോൾ അവന്മാർ എൻ്റെ മക്കൾ ഇങ്ങനെ ഒരു കഴിഞ്ഞ പ്രാവശ്യം KCL എൻ്റെ മകൻ, മൂത്ത മകൻ, അവൻ KCL ക്യാപ്റ്റൻസി ചെയ്തു. അവന് കപ്പ് അടിച്ച് അവൻ നേരെ എൻ്റെ വീട്ടിൽ കൊണ്ടുവന്നു. പക്ഷേ ഞാൻ കപ്പടിച്ചു KCL, ഇവിടെ കേരള ക്രിക്കറ്റ് ലീഗിൻ്റെ. ഇപ്പോൾ എൻ്റെ സഞ്ജുമോൻ ഒരു കപ്പടിച്ചു. സന്തോഷം. എന്തായാലും അഭിനന്ദനങ്ങൾ അച്ഛന് കൂടി നേരുകയാണ്. എന്തായാലും നമ്മുടെ നാടിന്റെ അഭിമാനമാണ്, രാജ്യത്തിന്റെ അഭിമാനമാണ് സഞ്ജു. ആ സന്തോഷം അച്ഛൻ പങ്കുവച്ചിരിക്കുകയാണ്. റിനു ശ്രീധർ, 24 തിരുവനന്തപുരം. ശരിക്കും മനസ്സ് നിറയ്ക്കുന്ന വാക്കുകളാണ്. കാരണം ക്വാർട്ടേഴ്സിന്റെ ഭിത്തിയിൽ 3 വരയിട്ട് പന്തെറിഞ്ഞു കൊടുത്ത് 4-ാമത്തെ വയസ്സിൽ കളിപ്പിച്ചു തുടങ്ങിയ അച്ഛനാണ്. സാംസൺ എന്ന മനുഷ്യനല്ലാതെ പിന്നെ ആർക്കാണ് ഇത്ര ആവേശത്തോടുകൂടി മകനെ പറ്റി പറയാൻ കഴിയുക? നാട്ടുകാരെല്ലാവരും ക്രിക്കറ്റ് കിറുക്കാണ്, ഭ്രാന്താണെന്ന് പറഞ്ഞപ്പോൾ ആ ഭ്രാന്തുമായി തന്നെ മക്കളെ മുന്നോട്ട് കളിപ്പിച്ച് ഈ നിലയിൽ എത്തിച്ച അച്ഛനല്ലാതെ, സാംസൺ അല്ലാതെ വേറെ ആർക്കാണ് ഈ ക്രെഡിറ്റ് എടുക്കാനാവുക? അപ്പം മറ്റൊരു കാര്യം കൂടെ പറയണമെന്ന് തോന്നുന്നു. ഈ നമ്മൾ വിഷ്വലൈസേഷൻ, ലോ ഓഫ് അട്രാക്ഷൻ എന്നൊക്കെ മോട്ടിവേഷണൽ ഗുരുക്കളൊക്കെ പറയുന്ന അതേ കാര്യമാണ് ഇപ്പോൾ സഞ്ജുവിൻ്റെ അച്ഛൻ പറഞ്ഞത്. കൃത്യമായത് വിഷ്വലൈസ് ചെയ്തിരുന്നു. ആ സ്വപ്നത്തിലേക്കുള്ള എത്തൽ, അതിൻ്റെ ലക്ഷ്യം കാണുന്നത് അദ്ദേഹം കഴിഞ്ഞ ദിവസങ്ങളിൽ അത്രയും സ്വപ്നം കാണുകയായിരുന്നു. അതാണ് യാഥാർത്ഥ്യമായത്. തീർച്ചയായും മനസ്സ് നിറയ്ക്കുന്ന വാക്കുകളാണ് സഞ്ജുവിൻ്റെ അച്ഛൻ്റെ, സഞ്ജുവിൻ്റെ കുടുംബത്തിൻ്റെ വളർച്ചയിലധികം ഈ വീണുപോയിടത്തെല്ലാം ഒപ്പം നിന്നത് കുടുംബവും അച്ഛനും ഒക്കെയാണ്. ഏതായാലും ഒരുപാട് പേരെ സഞ്ജു ഓർത്തെടുക്കുകയും ചെയ്തു ഇന്നലെ തന്നെ. വിഴിഞ്ഞം തീരത്തും വലിയ ആവേശ കടലിരമ്പമാണ്. തങ്ങളുടെ സ്വന്തം സഞ്ജു ലോകകപ്പിൽ മുത്തമിട്ടത് കണ്ടതിന്റെ ഒടുങ്ങാത്ത ആവേശം. അങ്ങനെ ആ നാട് ഒരുമിച്ച് കണ്ട വലിയൊരു സ്വപ്നം സഫലമായിരിക്കുന്നു. വിഴിഞ്ഞത്തിന്റെ മകനാണല്ലേ? അതെ, നല്ല സന്തോഷമുണ്ട് കപ്പടിച്ചതിൽ. അടങ്ങാത്ത ആവേശത്തിന്റെ തിരതല്ലലാണ് വിഴിഞ്ഞത്തിന്. അവരുടെ നായകനായുള്ള കാത്തിരിപ്പിലാണ് ഈ തീരദേശം. നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ സിക്സറുകൾ പറക്കുമ്പോൾ ജന്മനാടിന്റെ ആകാശത്തും വെടിക്കെട്ട്. സഞ്ജു തളർന്നപ്പോൾ കൂട്ടിരുന്നു, കരഞ്ഞപ്പോൾ കൂടെ കണ്ണീരണിഞ്ഞു. ഇപ്പോൾ ലോകത്തിന്റെ നെറുകയിലെത്തുമ്പോൾ അയാളെ ഓർത്ത് ഈ ജനത അഭിമാനിക്കുന്നു. സഞ്ജു ഞങ്ങളുടെ മകനെന്ന് ആവർത്തിച്ചു പറയുന്നു. സഞ്ജു ഇവിഞ്ഞ മണ്ണിന്റെ പുളിയാണ്. സഞ്ജു വേറെ 2007 ഞാനും നിങ്ങൾ എല്ലാവരും കൈയടിച്ചത് ശ്രീശാന്തിന്റെ ഒറ്റ ക്യാച്ചിന് വേണ്ടിയാണ്. പക്ഷെ ഇന്ന് 3 മാച്ചസിൽ മാൻ ഓഫ് ദ മാച്ച് ആയിട്ട്, പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ് ആയിട്ട് സഞ്ജു ഇന്ന് നമ്മളെ ഇവിടെ വിജയിപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഒറ്റ വാക്കേ പറയാനുള്ളൂ, സഞ്ജു ചേട്ടൻ പൊളിയാണ്. സഞ്ജുവിന്റെ വഴിയെ സഞ്ചരിക്കാൻ ആഗ്രഹിച്ച് കഠിന പരിശീലനം നടത്തുന്നവർ ഒരുപാടുണ്ട് ഈ മണ്ണിൽ. സഞ്ജു സെഞ്ചുറി അടിച്ചില്ലല്ലോ, ആ ഹാഫ് സെഞ്ചുറി അടിച്ചോണ്ട് സന്തോഷമുണ്ടോ? ഷാർട്ട് സെഞ്ചുറി അടിച്ചോണ്ട് ഉപ്പുകാറ്റേറ്റ് ഈ മണൽത്തരികളിൽ പരിശീലനം നടത്തിയാണ് സഞ്ജു വി സാംസന്റെ തുടക്കം. ലഭിക്കുന്ന അവസരങ്ങളിലെല്ലാം നാടിനോട് നന്ദി പറയാൻ മറക്കാറില്ല. ആ നന്ദിയും സ്നേഹവും ഇരട്ടിയായി നാടും തിരിച്ചു നൽകുന്നു. സഞ്ജു പൊളിയാണ്, സഞ്ജു
മുത്താണ്, വിഴിഞ്ഞത്തിന്റെ മുത്താണ് സഞ്ജു. വിഴിഞ്ഞത്ത് നാമ്പിടുന്ന പുതിയ ക്രിക്കറ്റ് സ്വപ്നങ്ങൾക്ക് വെള്ളവും വളവുമായി സഞ്ജുവുണ്ട്. ഇനി ആഗ്രഹങ്ങളുടെ അങ്ങേത്തലക്കൽ നായകസ്ഥാനമെന്ന സ്വപ്നം. മലയാളിയുടെ ചുമലിലേറി ഇന്ത്യക്ക് പൊൻകിരീടം. സഞ്ജു ഞങ്ങളുടെ മകനെന്ന് വിഴിഞ്ഞത്തുകാർ ആവർത്തിക്കുന്നു. ഇനി പടയാളിയുടെ നാട്ടിലേക്കുള്ള തിരിച്ചുവരവിനായുള്ള കാത്തിരിപ്പ്. മേഘ്ന മുരളി, 24 തിരുവനന്തപുരം. ലോകം മുഴുവനുമുള്ള മലയാളികൾ ആവേശത്തിമിർപ്പിലാണ്. 2020 ലോകകപ്പിലെ ഇന്ത്യയുടെ കിരീട നേട്ടത്തിൽ ആവേശത്തിമിർപ്പിലാണ് രാജ്യം മുഴുവൻ. ചെന്നൈയിലും ആരാധകർ ഇന്ത്യൻ ടീമിന്റെ നേട്ടം ആഘോഷമാക്കി. മനേഷ് മൂർത്തി തയ്യാറാക്കിയ റിപ്പോർട്ടിൽ അങ്ങനെ ആധികാരികമായ ഒരു വിജയം ഇന്ത്യ നേടിയിരിക്കുന്നു എന്നുള്ളതാണ്. എല്ലാ മേഖലയിലും, ബാറ്റിങ്ങിലാണെങ്കിലും ശരി, ബൗളിങ്ങിലാണെങ്കിലും ശരി, ബുംറയും അതുപോലെ തന്നെ അക്സർ പട്ടേലും ഒക്കെ തകർത്തെറിഞ്ഞുകൊണ്ട് അതിഗംഭീരമായ ഒരു വിജയം, ആ ആഘോഷമാണ് ഇവിടെ ചെന്നൈയിലെ മറീന ബീച്ചിൽ നിന്നും പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് എത്തിക്കുന്നത്. അത്ര ഗംഭീരമായ ഒരു വിജയം, അതിഗംഭീരമായി ഇതാ മൂന്നാമത്തെ കപ്പിൽ മുത്തമിട്ടിരിക്കുന്നു. MS ധോണിക്കും രോഹിത് ശർമ്മയ്ക്കും ശേഷം സൂര്യകുമാർ യാദവ് ആൻഡ് കമ്പനി ഇതാ കപ്പെടുത്തിരിക്കുന്നു. 2026 T20 വേൾഡ് കപ്പ് ഇതാ മുത്തമിട്ടിരിക്കുന്നു ഇന്ത്യ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ആ ഒരു ആവേശം നോക്കൂ. ഇത്രയധികം ജനങ്ങൾ വൈകുന്നേരം മുതൽ 6 മണി മുതൽ ഇവിടെ കാത്തു നിന്നിരുന്ന ജനങ്ങളാണ്. ഈ ഒരു ആഘോഷത്തിന് വേണ്ടി മാത്രമായിരുന്നു അവർ കാത്തു നിന്നിരുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. ആ ഒരു ആവേശം സഞ്ജു സാംസണിന്റെ ചിറകിലേറി അഭിഷേക് ശർമ്മയുടെയും ഇഷാൻ കിഷന്റെയും ഒക്കെ അതിഗംഭീരമായ ഒരു ബാറ്റിംഗ് പ്രകടനം. അതിനുശേഷം ഇതാ ഇപ്പോൾ ഇന്ത്യ കപ്പുയർത്തിയിരിക്കുന്നു. എന്നാലും അത്ര ഗംഭീരമായിരുന്നു വിജയം എന്നുള്ളതാണ് ആ ഒരു ആവേശത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇതാ ഇപ്പോൾ കാണികളെല്ലാം ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞു, മറീന ബീച്ചിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞു. വലിയ ഗംഭീരമായ ഒരു ആഘോഷം, അതിന് മണിക്കൂറുകൾ നീണ്ടു നിൽക്കും ചെന്നൈയെ സംബന്ധിച്ച്. കാരണം ചെന്നൈ അത്രയധികം ക്രിക്കറ്റിനെ സ്നേഹിക്കുന്ന ഒരു മണ്ണാണ്. ആ ഒരു ആഘോഷം തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അത്ര ഗംഭീരമായുള്ള ആഘോഷം. എന്തായാലും ആഘോഷങ്ങൾ അങ്ങനെ തകർക്കുകയാണ് ചെന്നൈയിൽ. വളരെ ഗംഭീരമായ ഒരു വിജയം. ഈ ആഘോഷങ്ങൾ ഇനി എന്തായാലും മണിക്കൂറുകൾ നീണ്ടു നിൽക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. മറീന ബീച്ചിൽ നിന്ന് ശ്രീകാന്ത് ഗൗരീശ് പട്ടത്തിനൊപ്പം മനേഷ് മൂർത്തി, 24. തീർച്ചയായും സഞ്ജു കൊണ്ടുവരുന്ന സന്തോഷമുണ്ട്. അതിന് സഞ്ജു വരുമ്പോൾ വിരോചിതമായൊരു സ്വീകരണം ഉറപ്പാണ്. അതിന് കാത്തിരിക്കുകയാണ് മലയാളികളെല്ലാവരും. സഞ്ജുവിനെ അങ്ങനെ സ്നേഹത്താൽ പൊതിയാൻ. അതിനപ്പുറത്തേക്ക് തലമുറകൾക്ക് പ്രചോദനമാകും. നമ്മുടെ നാട്ടിൽ പലയിടത്തും ചെറിയ പിച്ചിലൊക്കെ ക്രിക്കറ്റ് കളിക്കുന്ന കുറേ കുട്ടികൾക്ക് അടക്കം ഇപ്പോഴും ക്രിക്കറ്റിൻ്റെ ജീവശ്വാസമായി കൊണ്ടു നടക്കുന്ന ഒരുപാട് മനുഷ്യർക്ക് ആവേശം നൽകുന്നതാണ് സഞ്ജുവിൻ്റെ പ്രകടനം, ഇന്ത്യയുടെ വിജയം. അതെന്തായാലും ഇനി വർഷങ്ങൾ, കാലങ്ങൾ അതിങ്ങനെ നിലനിൽക്കും ഒരു ഊർജ്ജമായി. ഇനി നമുക്ക് മറ്റ് വാർത്തകളിലേക്ക് കടക്കുകയാണ്. ഇന്നിപ്പോൾ രാവിലെ വരുന്നത് അത്ര സുഖകരമായ വാർത്തയല്ല, വേദനിപ്പിക്കുന്ന ഒരു വാർത്ത തിരുവനന്തപുരത്ത് നിന്നാണ്. നെടുമങ്ങാട് ബൈക്കുകൾ തമ്മിൽ കൂട്ടിയിടിച്ച് 3 പേർ മരിച്ചു. കാപ്പ കേസ് പ്രതി ശ്രീലാൽ, ബിനോയ് രാജേഷ് എന്നീ 3 പേരാണ് മരിച്ചത്. അമിത വേഗത്തിലെത്തിയ ബൈക്കുകൾ തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു. റിനു ശ്രീധറുണ്ട് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. റിനു, സങ്കടകരമായ വാർത്ത ഈ സന്തോഷ ദിവസത്തിൽ രാവിലെ നമ്മൾ പങ്കുവെക്കേണ്ടി വരുന്നു. ഇന്നലെ രാത്രിയാണ് ഈ അപകടമുണ്ടായെന്ന് മനസ്സിലാക്കുന്നു. ഇവരുടെ മൃതദേഹം, തുടർ നടപടികൾ, അപകടത്തിന്റെ കാരണം ഈ അമിതവേഗമെന്ന് ഉറപ്പിക്കുന്നുണ്ടോ? സ്മിത, ഗോകുൽ, ഇന്നലെ രാത്രി 11 മണിയോടുകൂടിയാണ് തിരുവനന്തപുരം നെടുമങ്ങാട് കുളപ്പട സർക്കാർ ആശുപത്രിക്ക് മുന്നിൽ അപകടം ഉണ്ടാകുന്നത്. 11 മണിയോടുകൂടി 2 ദിശയിലായി വന്ന 2 ഇരുചക്ര വാഹനങ്ങൾ കൂട്ടിയിടിക്കുകയായിരുന്നു. 2 വാഹനങ്ങളും അമിത വേഗതയിലായിരുന്നു എന്നുള്ളതാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്നത്. ഇതിൽ 4 പേർ, 2 വാഹനത്തിലായി 4 പേരുണ്ടായിരുന്നു. ശ്രീലാൽ, ബിനോയ്, രാജേഷ്, അതുപോലെ തന്നെ അഭിനവ് എന്നീ 4 പേരാണ് ഉണ്ടായത്. ഇതിൽ 3 പേരും മരണപ്പെട്ടു എന്നുള്ള ദുഃഖകരമായിട്ടുള്ള വാർത്തയാണ് നമുക്ക് നൽകാൻ വേണ്ടി കഴിയുന്നത്. ശ്രീലാൽ, അതുപോലെ തന്നെ ബിനോയ്, രാജേഷ് എന്നിവരാണ് മരിച്ചത്. ഇവർ ഉഴമലക്കൽ സ്വദേശികളാണ് 3 പേരും എന്നുള്ളതാണ് നമുക്ക് നിലവിൽ ലഭിക്കുന്ന ആ വിവരം. ഇതിൽ ശ്രീലാൽ കാപ്പ കേസിലെ പ്രതി കൂടിയാണ് ആര്യനാട് പോലീസ് സ്റ്റേഷനിൽ എന്നുള്ള വിവരവും ഉണ്ട്. എന്തായാലും ഈ സംഭവ സ്ഥലത്ത് തന്നെ 2 പേരും മരണപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഒരാൾ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന നെടുമങ്ങാട് ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും മരണപ്പെട്ടു എന്നുള്ള വിവരവും
ലഭിക്കുന്നുണ്ട്. ഇവിടെ 3 പേരുടെയും മൃതദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. രാവിലെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി പോസ്റ്റ്മോർട്ടം നടത്തി ബന്ധുക്കൾക്ക് മൃതദേഹം കൈമാറും എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. എന്തായാലും വലിയൊരു അപകടമാണെന്നാണ് നാട്ടുകാരൊക്കെ പങ്കുവച്ചത്. ഫയർഫോഴ്സ് അടക്കം സംഭവ സ്ഥലത്തെത്തിയാണ് ഈ രക്തക്കറ ഉൾപ്പെടെ കഴുകിക്കളഞ്ഞത്, ഒപ്പം രക്ഷാപ്രവർത്തനം നടത്തിയത്. എന്തായാലും ഈ അപകടം നടന്നുടനെ നാട്ടുകാർ ഇടപെടുകയും പോലീസിനെ വിവരം അറിയിക്കുകയും ഈ 4 പേരെയും ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു. ഈ അഭിനവ് ഇപ്പോൾ ഗുരുതരാവസ്ഥയിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്, അതായത് ഈ 4 പേരിൽ ഒരാളായിട്ടുള്ള അഭിനവ് ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ്. ഗോകുൽ സ്മിത. റിനു ശ്രീധരാണ് വിവരങ്ങൾ നൽകിയ തിരുവനന്തപുരത്ത് നിന്ന്. ബൈക്ക് അപകടത്തിൽ പൊലിഞ്ഞത് 3 ജീവനാണ്. നമ്മുടെ മരണവേഗമാകാതിരിക്കട്ടെ. ഇനി പോകേണ്ടത് സംഘർഷത്തിൻ്റെ വാർത്തയിലേക്കാണ്. മധ്യപൂർവേഷ്യൻ സംഘർഷം അങ്ങനെ തുടരുകയാണ്. കൊല്ലപ്പെട്ട അയത്തുള്ള അലി ഖമനയുടെ മകൻ മോജ്തബ ഖമനയെ ഇറാന്റെ പരമോന്നത നേതാവായി തിരഞ്ഞെടുത്തിരിക്കുന്നു. അസംബ്ലി ഓഫ് എക്സ്പേർട്സ് ആണ് മോജ്തബയെ പരമോന്നത നേതാവായി തിരഞ്ഞെടുത്തത്. തന്റെ അംഗീകാരമില്ലാതെ ഇറാന്റെ പുതിയ നേതാവിന് അധികകാലം പിടിച്ചു നിൽക്കാൻ കഴിയില്ലെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഭീഷണി മുഴക്കി. അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില കുതിച്ചുയരുകയാണ്. ബാരലിന് $100 കടന്നിരിക്കുന്നു. അതേസമയം 10ാം നാളിലും ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള ഇറാന്റെ ആക്രമണം തുടരുന്നു. ബഹ്റൈനിൽ പുലർച്ചെയും ആക്രമണമുണ്ടായി. സിത്ര ഐലൻഡിൽ നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. കുവൈറ്റിലും പുലർച്ചെ ആക്രമണം നേരിട്ടതായി പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കി. ഏറ്റവും ഒടുവിൽ റഹീസ് നൽകുന്ന വിവരം ഫുജൈറയിൽ വീണ്ടും എണ്ണ വ്യവസായ മേഖലയിൽ തീപിടുത്തം ഉണ്ടായിരിക്കുന്നു. അവിടേക്ക് ആക്രമണം നടന്നിരിക്കുന്നതാണ്. മുഹമ്മദ് റഹീസ് ദുബൈയിൽ നിന്ന്, ഒപ്പം ജലീൽ കണ്ണമംഗലം സൗദിയിൽ നിന്ന്, ജിദ്ദയിൽ നിന്ന്, മധു കൊട്ടാരക്കര അമേരിക്കയിലെ ന്യൂ ജേഴ്സിയിൽ നിന്ന് ചേരും. ആദ്യം റഹീസിലേക്ക് പോവുകയാണ്. റഹീസ്, ആക്രമണം ഇങ്ങനെ ഒരു വശത്ത് തുറന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഇപ്പോൾ ഗൾഫ് മേഖലയിൽ, പ്രത്യേകിച്ച് UAE സാഹചര്യം? ഏറ്റവും ഒടുവിൽ വരുന്നതും എണ്ണ സംഭരണ മേഖലയിലേക്ക്, അല്ലെങ്കിൽ എണ്ണ മേഖലയിലേക്ക് ആക്രമണം വരുന്നുവെന്നത്. ഗോകുൽ, ഇന്നലെ രാത്രിയും ഈ ഗൾഫ് രാജ്യങ്ങളിൽ ഇറാന്റെ ആക്രമണം തുടരുകയാണ്. അതിന്റെ വിവരങ്ങളാണ് രാവിലെ തന്നെ പുറത്തു വരുന്നത്. അതിൽ പ്രധാനമായിട്ടും UAE ഇന്നലെ 2 തവണയാണ് സൈറൻ മുഴങ്ങിയിരുന്നത്. അത് ഫുജൈറയിലും ദുബായിലും ഉൾപ്പെടെ ഇന്നലെ രാത്രി അപകട സന്ദേശങ്ങൾ ലഭിച്ചിരുന്നു, അലേർട്ട് ആകാനുള്ള സന്ദേശങ്ങൾ ലഭിച്ചിരുന്നു. ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്നത് ഫുജൈറയിൽ വീണ്ടും ആക്രമണം ഉണ്ടായിരിക്കുന്നു എന്ന വിവരമാണ്. അതിൽ എണ്ണ വ്യവസായ മേഖലയിലാണ് തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. 2ാം തവണയാണ് ഈ ഫുജൈറ ഓയിൽ ഇൻഡസ്ട്രിയൽ സോണിൽ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. നിലവിൽ ആർക്കും പരിക്കില്ല എന്നാണ് ഫുജൈറ മീഡിയ ഓഫീസ് അറിയിക്കുന്നത്. അവിടെ തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ്. അപ്പോൾ ഇങ്ങനെ ഈ എണ്ണ വ്യവസായ മേഖലയിലേക്ക്, ഊർജ്ജ മേഖലകളിലേക്ക്, തുറമുഖങ്ങളിലേക്ക്, ഇവിടെയൊക്കെയുള്ള ഇറാന്റെ ആക്രമണം തുടരുകയാണ്. ഗൾഫ് മേഖലയിൽ തുടർച്ചയായ ആക്രമണം ഇറാൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന് മുൻപ് ഈ ബഹ്റൈനിലാണ് പുലർച്ചെ കാര്യമായിട്ടുള്ള ആക്രമണം ഉണ്ടായത്. സിദ്ര ഐലൻഡിൽ വീടുകൾക്ക് കേടുപാടുകൾ ഉണ്ടായി എന്നുള്ള വിവരം ബഹ്റൈൻ അതോറിറ്റി തന്നെ, അവിടുത്തെ ആഭ്യന്തര മന്ത്രാലയം തന്നെ സ്ഥിരീകരിക്കുന്നുണ്ട്. മീഡിയ ഹൗസ് അതിന്റെ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ പുറത്തുവിടുന്നുമുണ്ട്. നിരവധി പേർക്ക് പരിക്കേറ്റതായി കൂടി പറയുന്നുണ്ട്. സാധാരണഗതിയിൽ ലഭിക്കുന്ന അപ്ഡേറ്റുകളിൽ ആദ്യം ഈ പരിക്കേറ്റവരുടെ അപ്ഡേറ്റുകളൊന്നും ലഭിക്കാറില്ല. തീവ്രമായിട്ടുള്ള ആക്രമണം നടന്നിട്ടുണ്ടെങ്കിൽ മാത്രമാണ് പരിക്കേറ്റവരെ കുറിച്ച് ആദ്യഘട്ടത്തിൽ തന്നെയുള്ള വിവരങ്ങൾ ലഭിക്കുക. അവിടെ തീവ്രമായിട്ടുള്ള ആക്രമണം നടന്നിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അതിൽ നിരവധി പേർക്ക് പരിക്കേറ്റു. ഒരാളുടെ നില ഗുരുതരമാണ് എന്നുകൂടി ബഹ്റൈനിൽ നിന്ന് വിവരം വരുന്നുണ്ട്. കുവൈറ്റിലും പുലർച്ചെ ആക്രമണം നേരിട്ടതായി പ്രതിരോധ മന്ത്രാലയം സ്ഥിരീകരിക്കുന്നുണ്ട്. അവിടെ ഏതാണ്ട് 1 മണിക്കൂർ മുൻപും അലേർട്ട് നൽകിയിരുന്നു. നമുക്ക് മനസ്സിലാകുന്നത് 3 തവണ രാവിലെ കുവൈറ്റിൽ അലാറം മുഴങ്ങിയിട്ടുണ്ട്. സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറണം എന്നുള്ള കൃത്യമായിട്ടുള്ള വിവരം അവിടെ 3 തവണയാണ് ഇന്ന് പുലർച്ചെ നൽകിയിട്ടുള്ളത്. അപ്പോൾ ആ തരത്തിൽ അലേർട്ടുകൾ കുവൈറ്റിലും ഉണ്ട്. ആക്രമണം നടക്കുന്നു, ബഹ്റൈനിലും ആക്രമണം നടക്കുന്നു, UAE രാവിലെ ആക്രമണം ഉണ്ടായി. അതിനപ്പുറത്തേക്ക് ഈ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹിയാനുമായി കഴിഞ്ഞ ദിവസം രാത്രി സംസാരിച്ചിരുന്നു. അതിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. പക്ഷേ ഇറാന്റെ ആക്രമണത്തിനെ അപലപിക്കുന്നുവെന്നും ഒപ്പം തന്നെ പരമാധികാരത്തിന് നേരെയുള്ള ആക്രമണമാണ് എന്നുള്ള വിവരം മാത്രമാണ് ആ ഫോൺ സംഭാഷണത്തിന്റേതായി പുറത്തുവിട്ടിട്ടുള്ളത്. ഒപ്പം തന്നെ ഇന്നലെ രാത്രി ഈ UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹിയാനും ഒപ്പം തന്നെ പ്രതിരോധ മന്ത്രി UAEയുടെ സൈനിക മന്ത്രിയുമായിട്ടുള്ള, ഒപ്പം ദുബായ് കിരീടാവകാശിയായിട്ടുള്ള ഷെയ്ഖ് ഹംദാൻ ഉൾപ്പെടെയുള്ളവർ ഇന്നലെ രാത്രി ഈ പ്രതിരോധ മന്ത്രാലയം ഓഫീസ് സന്ദർശിച്ചിട്ടുണ്ട്. അവിടുത്തെ സ്ഥിതിഗതികൾ വിലയിരുത്തിയിട്ടുണ്ട്. എന്തായാലും പുലർച്ചെയും ആക്രമണത്തിന്റെ വാർത്തകൾ തന്നെയാണ് ഗൾഫ് മേഖലയിൽ നിന്ന് വരുന്നത്. ഗോകുൽ, ശരി. റഹീസാണ് കൂടുതൽ വിവരങ്ങളുമായി UAE നിന്നും ചേർന്നത്. ജലീൽ കണ്ണമംഗലം കൂടി ചേരുന്നുണ്ട്. ജലീൽ, സൗദിയിൽ അപ്പോഴപ്പോൾ ഡ്രോണുകളെ പ്രതിരോധിക്കുന്നുണ്ട് എങ്കിലും ഇപ്പോൾ പുതുതായി ഒരു ഡ്രോൺ കൂടി, അത് ഓയിൽ ഫീൽഡിനെ ലക്ഷ്യമിട്ടുണ്ടായ ഒരു ഡ്രോൺ കൂടി പ്രതിരോധിച്ചു എന്നുള്ള വിവരം വരുന്നു. പറയൂ, ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ എന്താണ്?
സ്മിത, ഗോകുൽ, സൗദിക്ക് നേരെ ഇന്നലെ രാത്രിയും ഇന്ന് പുലർച്ചെയുമായി പലതവണ ആക്രമണം ഉണ്ടായി. റിയാദിന് നേരെയും ഷൈബ എണ്ണപ്പാടത്തിന് നേരെയും അൽഖർജിലെ പ്രിൻസ് സുൽത്താൻ എയർബേസിന് നേരെയും അൽജോഫിന് നേരെയുമായി 6 ഡ്രോണുകളും 2 മിസൈലുകളും ഉപയോഗിച്ച് ഇന്നലെ രാത്രിയും ഇന്നുമായി ആക്രമണ ശ്രമം ഉണ്ടായി. എല്ലാം സൗദി പ്രതിരോധ സേന തകർത്തു. അതേസമയം സൗദിയെ സംബന്ധിച്ചിടത്തോളം ഏറെ ഞെട്ടിക്കുന്ന വാർത്തയാണ് റിയാദിനടുത്ത അൽഖർജിൽ നിന്ന് ഇന്നലെ വൈകുന്നേരം പുറത്തു വന്നത്. പ്രവാസി സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ സങ്കടകരമായ വാർത്ത. അൽഖർജ് പ്രവിശ്യയിലെ ഒരു സ്വകാര്യ കമ്പനിയുടെ താമസ സ്ഥലത്ത് മിസൈൽ പതിച്ച ഒരു ഇന്ത്യക്കാരൻ ഉൾപ്പെടെ 2 പേരാണ് മരിച്ചത്. സൗദിയിൽ ഇതിനിടെ നിരവധി ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ആദ്യമായാണ് ആളപായം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഒരു മെയിന്റനൻസ് ആൻഡ് ക്ലീനിംഗ് കമ്പനിയുടെ ലേബർ ക്യാമ്പ് ലക്ഷ്യമിട്ടായിരുന്നു ഈ ആക്രമണം നടന്നതെന്നാണ് സൗദി സിവിൽ ഡിഫൻസ് അറിയിച്ചിരിക്കുന്നത്. ഈ ആക്രമണത്തിൽ 2 പേർ കൊല്ലപ്പെട്ടു. ഒരാൾ ഇന്ത്യക്കാരനും മറ്റൊരാൾ ബംഗ്ലാദേശ് പൗരനുമാണ്. ഈ അപകടത്തിൽ 12 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. പരിക്കേറ്റവരെല്ലാം ബംഗ്ലാദേശ് സ്വദേശികളാണ് എന്നാണ് റിപ്പോർട്ട്. ഇവർ താമസിച്ചിരുന്ന കെട്ടിടത്തിന് മുകളിലേക്കാണ് മിസൈൽ പതിച്ചത്. അതുകൊണ്ട് തന്നെ കെട്ടിടത്തിന് വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങളും സംഭവിച്ചിട്ടുണ്ട്. പെട്ടെന്നുണ്ടായ ആക്രമണമായിരുന്നു. അതുകൊണ്ട് തന്നെ തൊഴിലാളികളെല്ലാം പരിഭ്രാന്തരായിരുന്നു. ഏതായാലും ആ സംഭവം നടന്ന ഉടൻ തന്നെ സൗദി സിവിൽ ഡിഫൻസ് സംഘം സ്ഥലത്തെത്തി പരിക്കേറ്റവർക്ക് ഉടൻ തന്നെ വൈദ്യ സഹായം ലഭിക്കുകയും അവരെ തൊട്ടടുത്തുള്ള ആശുപത്രികളിലേക്ക് മാറ്റുകയും ചെയ്തു. ജനവാസ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുള്ള ഇത്തരം ആക്രമണങ്ങൾ അന്താരാഷ്ട്ര മാനുഷിക നിയമങ്ങളുടെ ലംഘനമാണ് എന്ന് സൗദി സിവിൽ ഡിഫൻസ് ഇതിനുശേഷം പ്രതികരിച്ചു. ഏതായാലും പ്രവാസി മേഖലയെ സംബന്ധിച്ച് വലിയൊരു ആഘാതമാണ് ഈ ഒരു വാർത്ത. ജോലി തേടി എത്തിയ സാധാരണക്കാരായ തൊഴിലാളികൾക്ക് താമസ സ്ഥലത്ത് വെച്ച് ജീവൻ നഷ്ടപ്പെടേണ്ടി വന്നു എന്നത് അങ്ങേയറ്റം വേദനാജനകമാണ്. സൗദിയിൽ നിരന്തരം ആക്രമണങ്ങൾ ഉണ്ടാവുന്നുണ്ടെങ്കിലും മരണം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ആദ്യമായാണ്. അൽഖർജ് ഉള്ളത് റിയാദിനടുത്താണ്. അമേരിക്കൻ സൈനിക താവളമായ പ്രിൻസ് സുൽത്താൻ എയർബേസും ഈ അൽഖർജിലാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ എയർബേസിന് നേരെ നിരവധി ആക്രമണങ്ങളാണ് ഇറാൻ ഇതുവരെ നടത്തിയത്. 36 ഡ്രോണുകൾ ഉപയോഗിച്ചാണ് ഇന്നലെ മാത്രം സൗദിക്ക് നേരെ ആക്രമണം ഉണ്ടായത്. ഏറ്റവും കൂടുതൽ ആക്രമണം നേരിട്ടത് ഇന്നലെ തന്നെയായിരുന്നു. റിയാദ് ലക്ഷ്യമാക്കിയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആക്രമണങ്ങളും ഉണ്ടാകുന്നത്. റിയാദിലെ ഡിപ്ലോമാറ്റിക് ക്വാർട്ടർ, റിയാദിനടുത്ത് അൽഖർജ്, റുബൽ ഖാലി മരുഭൂമിയിലെ ഷൈബ എണ്ണപ്പാടം, റാസൻ നൂറിയിലെ അരാംകോ എന്ന ശുദ്ധീകരണശാല, അൽജോഫ് തുടങ്ങിയവയാണ് ഇതുവരെ ആക്രമണം നേരിട്ട സ്ഥലങ്ങൾ. സ്മിത, ഗോകുൽ. ഇപ്പോൾ വരുന്ന പുതിയ വിവരം ഇറാനിൽ നിന്നുള്ളതാണ്. ഇറാനിൽ കൊല്ലപ്പെട്ട ആയത്തുള്ള അലി ഖമനയുടെ മകൻ മൊജ്തബ ഖമനയെ ഇറാന്റെ പരമോന്നത നേതാവായി തെരഞ്ഞെടുത്തിരിക്കുന്നു. അസംബ്ലി ഓഫ് എക്സ്പേർട്സ് ആണ് മൊജ്തബയെ പരമോന്നത നേതാവായി പ്രഖ്യാപിച്ചത്. തന്റെ അംഗീകാരമില്ലാതെ ഇറാന്റെ പുതിയ നേതാവിന് അധികകാലം പിടിച്ചു നിൽക്കാൻ കഴിയില്ലെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഭീഷണി മുഴക്കി. അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില കുതിച്ചുയരുകയാണ്. ബാരലിന് $100 കടന്നിരിക്കുന്നു. അതേസമയം 10ാം നാളിലും ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള ഇറാന്റെ ആക്രമണം തുടരുകയാണ്. ഇനി മധു കൊട്ടാരക്കരയാണ് ചേരുന്നത് അമേരിക്കയിലെ ന്യൂ ജേഴ്സിയിൽ നിന്ന്. മധു, ആക്രമണം ഒരു വശത്ത് തുടരുന്നു. ട്രംപ് കരുതിയ നിലയിൽ അത്ര വേഗം ഒരു ഭരണമാറ്റം സാധ്യമല്ല എന്നത് വ്യക്തമായിരിക്കുന്നു. പുതിയ പരമോന്നത നേതാവിനെ തെരഞ്ഞെടുത്തിരിക്കുന്നു ഇറാൻ. 7 അമേരിക്കൻ സൈനികരാണ് ഈ സംഘർഷത്തിനിടയിൽ കൊല്ലപ്പെട്ടത്. അമേരിക്കയിലും സ്വാഭാവികമായി ലോകത്തെമ്പാടും ഈ സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുന്നു. അതിൽ മുറിമുറുപ്പുകൾ ഉയരുന്നുണ്ടല്ലോ. ഗുഡ് മോർണിംഗ് സ്മിത, ഗോകുൽ. ഇറാന്റെ പരമോന്നത നേതാവായിരുന്ന ആയത്തുള്ള അലി ഖമേനിയുടെ പിൻഗാമിയെ തിരഞ്ഞെടുക്കുന്ന നടപടികൾ പൂർത്തീകരിക്കുന്ന ഈ സമയത്ത് ഇറാനെതിരെ വളരെ കടുത്ത നിലപാടുമായിട്ടാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ന് വന്നിരിക്കുന്നത്. അദ്ദേഹം നേരത്തെ പറഞ്ഞത് തന്നെ ആവർത്തിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. തന്റെ അംഗീകാരമില്ലാതെ ഇറാന്റെ ഒരു പുതിയ നേതാവിന് അധികകാലം പിടിച്ചു നിൽക്കുവാൻ കഴിയില്ലെന്നാണ് ട്രംപ് ഇന്ന് നടത്തിയിരിക്കുന്ന ഒരു പ്രസ്താവനയിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. അതേസമയം നേരത്തെ ഗോകുൽ സൂചിപ്പിച്ചതുപോലെ ഒരു അമേരിക്കൻ സൈനികൻ കൂടി കൊല്ലപ്പെട്ടതായിട്ട് US സെൻട്രൽ കമാൻഡാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇതോടെ ഈ യുദ്ധം തുടങ്ങിയതിന് ശേഷം കൊല്ലപ്പെട്ട US സൈനികരുടെ എണ്ണം 7 ഉയർന്നിരിക്കുകയാണ്. മാർച്ച് 1 സൗദി അറേബ്യയിലെ അമേരിക്കൻ സൈനികർക്ക് നേരെ ഉണ്ടായ ആക്രമണത്തിലാണ് ഈ സൈനികന് വളരെ ഗുരുതരമായിട്ട് പരിക്കേറ്റിരുന്നു. ചികിത്സയിലായിരുന്നു ഈ സൈനികൻ. ശനിയാഴ്ച രാത്രിയോടെയാണ് ഈ മരണം സംഭവിച്ചതെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഈ സൈനികന്റെ പേരോ അല്ലെങ്കിൽ മറ്റു വിവരങ്ങളോ ഒന്നും പെന്റഗണോ അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ടവരോ പുറത്തു വിട്ടിട്ടില്ല. അതേസമയം നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മൾ ആശങ്കപ്പെട്ടിരുന്ന ആ വാർത്ത തേടിയെത്തുകയാണ്. രാജ്യാന്തര വിപണിയിൽ ക്രൂഡ് ഓയിലിന്റെ ഒരു വില $100 മുകളിൽ എത്തിയിരിക്കുകയാണ്. 2022 റഷ്യ യുക്രൈൻ യുദ്ധം തുടങ്ങിയ സമയത്താണ് ഇതുപോലെ ഒരു എണ്ണവില ഇങ്ങനെ വിപണിയിൽ ഉയർന്നത്. ഇറാനിലെ ഈ സൈനിക നീക്കങ്ങളും അതുപോലെ ഹോർമൂസ് കടലിടുക്കിലെ ഗതാഗത തടസ്സങ്ങളുമാണ് ഇപ്പോൾ ഈ എണ്ണ വിപണിയെ സ്വാധീനിക്കുന്നത്. എണ്ണ വിപണിയിലുണ്ടായ ഈ വർധനവ്
ഇന്ത്യ ഉൾപ്പെടെയുള്ള ഇറക്കുമതി രാജ്യങ്ങളിൽ ഇന്ധനവില വർധനവിനും അതുപോലെ തന്നെ പണപ്പെരുപ്പത്തിനും ഒക്കെ കാരണമാകുമെന്നാണ് അമേരിക്കയിൽ നിന്നുള്ള സാമ്പത്തിക വിദഗ്ധർ പോലും മുന്നറിയിപ്പ് നൽകുന്നത്. ഈ സംഘർഷം ഇങ്ങനെ നീണ്ടു നിൽക്കുകയാണെങ്കിൽ ഒരു പക്ഷേ ഈ എണ്ണവില ഒരു $125 വരെയൊക്കെ എത്തിയേക്കാമെന്നാണ് ഇപ്പോഴുള്ള ഒരു കണക്കൂട്ടൽ. അതേസമയം ഈ ഇറാൻ യുദ്ധത്തെ ചൊല്ലി അമേരിക്കയും ബ്രിട്ടനും തമ്മിൽ അത്ര രസത്തിലല്ലായിരുന്നു. അവർ തമ്മിൽ ഒരു ഫ്രിക്ഷൻ ഉണ്ടായിരുന്നു. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീർ സ്റ്റാമർ, അതുകൊണ്ടായിരിക്കാം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ ഇന്ന് ചർച്ച നടത്തുകയുണ്ടായി. യുദ്ധത്തിൽ ബ്രിട്ടന്റെ പിന്തുണ വൈകിയതിനെയൊക്കെ ട്രംപ് പരസ്യമായി വിമർശിച്ചതിന്റെ തൊട്ടു പിന്നാലെയാണ് ഇന്ന് ഈ ഫോൺ സംഭാഷണം നടന്നത്. മിഡിൽ ഈസ്റ്റിലെ നിലവിലെ സാഹചര്യങ്ങൾ രണ്ട് നേതാക്കളും ചർച്ച ചെയ്തു. അതുമാത്രമല്ല, ഈ മേഖലയിലെ സഖ്യകക്ഷികളുടെ പ്രതിരോധത്തിനായി റോയൽ എയർഫോഴ്സിന്റെ സൈനിക താവളങ്ങൾ ഉപയോഗിക്കുന്ന കാര്യത്തിൽ ഇരു നേതാക്കളും ധാരണയിലെത്തിയതായിട്ട് സ്റ്റാമറുടെ ഓഫീസ് തന്നെ അറിയിച്ചിട്ടുണ്ട്. ഇറാനെതിരെ ആദ്യം പങ്കെടുക്കാതിരുന്ന ബ്രിട്ടന്റെ നിലപാടിനെ പരിഹസിച്ചായിരുന്നു ട്രംപ് ഒരു പോസ്റ്റ് നടത്തിയത്. യുദ്ധം ജയിച്ചു കഴിഞ്ഞിട്ട് സഹായിക്കാൻ വരുന്നവരെ ആവശ്യമില്ല, ബ്രിട്ടൻ ഒരു പഴയ സുഹൃത്തെന്നൊക്കെയായിരുന്നു ട്രംപ് വിശേഷിപ്പിച്ചിരുന്നത്. സ്മിത ഗോകുൽ. ശരി, മധു കൊട്ടാരക്കരയാണ് അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ നിന്ന് വിവരങ്ങൾ ചേർന്നത്. ഏതായാലും സാമ്പത്തിക ആഘാതം, സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ എന്താവും എന്നത് വലിയ ആശങ്ക ഉയർത്തുന്നുണ്ട് ലോകത്തെമ്പാടും. ഒപ്പം ഒരു വശത്ത് ആക്രമണം ഇങ്ങനെ തുടരുകയാണ്, ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെയും ഇറാൻ. അയതുള്ള അലി ഖമനയുടെ മകൻ മുജ്തബ ഖമനയി ഇറാന്റെ പുതിയ പരമോന്നത നേതാവായി തെരഞ്ഞെടുക്കപ്പെട്ടതായുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ആരാണ് മുജ്തബ ഖമനയി എന്നും ഇറാന്റെ പുതിയ ശക്തി കേന്ദ്രമായി മാറാനുള്ള ശേഷി മുജ്തബയ്ക്ക് ഉണ്ടോ എന്നും പരിശോധിക്കാം. ആയത്തുള്ള അലി ഖമനയുടെ രണ്ടാമത്തെ മകനാണ് മുജ്തബ ഖമനയി. ദീർഘകാലമായി ഇറാൻ ഭരണകൂടത്തിന്റെ അണിയറയിൽ സ്വാധീനം ചെലുത്തിയിരുന്ന മുജ്തബ ഇറാനിലെ മഷ്ഹദിൽ 1969 ജനിച്ചത്. പ്രശസ്തമായ ഖ്വോം സെമിനാരിയിൽ നിന്ന് മതപഠനം പൂർത്തിയാക്കിയ മുജ്തബ ഖമനയി ഹൊജ്ജത്തുൽ ഇസ്ലാം എന്ന മധ്യനിര മതപദവിയിലാണ് നിലവിലുള്ളത്. പരമോന്നത നേതാവാകാൻ ആയത്തുള്ള പദവി വേണമെന്ന നിബന്ധനയിൽ മുജ്തബയ്ക്കായി ഇളവ് വരുത്താനിടയുണ്ടെന്നാണ് വിവരം. ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സിന്റെ പിന്തുണയാണ് മുജ്തബയെ ആയത്തുള്ള അലി ഖമനയുടെ പിൻഗാമിയാക്കിയതെന്നാണ് റിപ്പോർട്ട്. പൊതുവേദികളിൽ അധികം പ്രത്യക്ഷപ്പെടാറില്ലെങ്കിലും ഇറാന്റെ ഭരണ സംവിധാനത്തിൽ നിർണായക സ്വാധീനമുള്ള വ്യക്തിയാണ് മുജ്തബ ഖമനയി. 2009 തെരഞ്ഞെടുപ്പിനെ തുടർന്നുണ്ടായ പ്രതിഷേധങ്ങളെ അടിച്ചമർത്തുന്നതിൽ മുജ്തബ നിർണായക പങ്ക് വഹിച്ചിരുന്നു എന്നാണ് വിവരം. IRGSലെ അർദ്ധസൈനിക വിഭാഗമായ ബാസിജിന്റെ നിയന്ത്രണം മുജ്തബയ്ക്കായിരുന്നു. 1987-88 കാലഘട്ടത്തിൽ ഇറാൻ ഇറാഖ് യുദ്ധത്തിലും മുജ്തബ പങ്കെടുത്തിട്ടുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ മുജ്തബ ഖമനയി അധികാരത്തിലെത്തുന്നത് IRGSനെ ശക്തിപ്പെടുത്തുമെന്നാണ് സൂചന. ഇബ്രാഹിം റൈസി പ്രസിഡന്റായിരുന്ന കാലത്ത് മുജ്തബയെ അലി ഖമനയുടെ പിൻഗാമിയായി ഉയർത്തിക്കാട്ടിയിരുന്നുവെങ്കിലും മകനെ പിൻഗാമിയായി പ്രഖ്യാപിക്കുന്നതിൽ ഖമനയ്ക്ക് എതിർപ്പുണ്ടായിരുന്നതായാണ് റിപ്പോർട്ട്. റിസർച്ച് ഡെസ്ക് 24. മറ്റു വാർത്തകളിലേക്ക് നമ്മൾ കടക്കുകയാണ്. പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിന്റെ രണ്ടാം ഘട്ടം ഇന്ന് ആരംഭിക്കും. ചൂടേറിയ ചർച്ചകൾക്കും ഭരണ പ്രതിപക്ഷ ഏറ്റുമുട്ടലിനും ഈ സമ്മേളനം സാക്ഷ്യം വഹിക്കും. ലോക്സഭാ സ്പീക്കർ ഓം ബിർളയ്ക്കെതിരായ പ്രതിപക്ഷത്തിന്റെ അവിശ്വാസ പ്രമേയം ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിക്കും. ബൽറാം നെടുങ്ങാടിയാണ് ചേരുന്നത് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി. ബൽറാം, ഒരു യുദ്ധമുഖത്ത് ലോകം നിൽക്കുന്നു. അപ്പോൾ ഇന്ത്യയുടെ ഒരു പ്രതികരണം ഏത് രീതിയിലാണ് വന്നത് എന്നുള്ള കാര്യം അത് പ്രതിപക്ഷം വലിയ ചർച്ചയാക്കുന്നുണ്ട്, വലിയ വിമർശനമാക്കുന്നുണ്ട്. ആ ഒരു സമയത്താണ് ഇപ്പോൾ പാർലമെന്റിൽ ഇന്ന് കൂടുന്നത്. നമുക്കറിയാം, അതോടൊപ്പം തന്നെ ഓം ബിർളയ്ക്കെതിരായ പ്രതിഷേധം അതൊക്കെ തന്നെ ചൂടുപിടിച്ച ചർച്ചകളാണ് നടന്നിരുന്നത്. ഇന്നത്തെ ദിവസം നിർണായകമാവുകയാണ്. അതുകൊണ്ട് തന്നെ സ്മിത, പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിന്റെ രണ്ടാം പാദത്തിനാണ് ഇന്ന് തുടക്കമാകുന്നത്. സ്മിത സൂചിപ്പിച്ച പോലെ ഒട്ടേറെ വിഷയങ്ങൾ നിലവിൽ തന്നെ, അല്ലെങ്കിൽ ഈ പാർലമെന്റ് സമ്മേളനത്തിന്റെ ഒന്നാം പാദത്തിൽ തന്നെ കേന്ദ്ര സർക്കാരിനെതിരെ പ്രതിപക്ഷം ആയുധമാക്കിയിരുന്നു. അതിനോടൊപ്പമാണ് പുതിയ വിഷയങ്ങൾ ഉൾപ്പെടെ ഉയർന്നു വന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഇന്നത്തെ ദിവസത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പ്രത്യേകത, കഴിഞ്ഞ ഒന്നാം പാദത്തിൽ അല്ലെങ്കിൽ ഒന്നാം പാദ സമ്മേളനത്തിൽ തന്നെ സ്പീക്കർ ഓം ബിർളയ്ക്കെതിരെ പ്രതിപക്ഷം അവിശ്വാസ പ്രമേയ നോട്ടീസ് അവതരിപ്പിക്കുന്നതിന് നോട്ടീസ് നൽകിയിരുന്നു എന്നുള്ളതാണ്. 118ഓളം പ്രതിപക്ഷാംഗങ്ങൾ ഒപ്പുവെച്ച ഈ നോട്ടീസിൽ പ്രധാനമായും സ്പീക്കർ ഓം ബിർളയ്ക്കെതിരെ 4 കുറ്റങ്ങളാണ് ചുമത്തുന്നത്, അല്ലെങ്കിൽ 4 ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത്. അത് അദ്ദേഹം പ്രതിപക്ഷ നേതാവിനെയും പ്രതിപക്ഷത്തെ മുതിർന്ന നേതാക്കളെയും സംസാരിക്കാൻ അനുവദിക്കുന്നില്ല, പ്രതിപക്ഷത്തെ വനിതാ നേതാക്കൾക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നു, കൂടാതെ സർക്കാരിനോട് പ്രതിപക്ഷത്തോടും വിവേചനം കാണിക്കുന്നു തുടങ്ങിയത് അടക്കമുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് സ്പീക്കർക്കെതിരായ അവിശ്വാസ പ്രമേയം. കൊടിക്കുന്നിൽ MP അടക്കമുള്ള 3 MP
ആണ് ഈ നോട്ടീസ് നൽകിയിരിക്കുന്നത്. ഇന്ന് ഈ പ്രമേയം അവിശ്വാസ പ്രമേയം ഈ അംഗങ്ങൾ അവതരിപ്പിക്കും. തുടർന്നായിരിക്കും ഇതിലുള്ള ചർച്ചകൾ നടക്കുക. ഈ ചർച്ചയിൽ തന്നെ സർക്കാരിനെതിരായ ആരോപണങ്ങൾ ഉൾപ്പെടെ ഉയർന്നു വരുമെന്ന് ഏതാണ്ട് ഉറപ്പാണ്. ഇതോടൊപ്പം തന്നെ ഈ പശ്ചിമേഷ്യൻ മേഖലയിലെ സംഘർഷം അത് സംബന്ധിച്ച് വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ ഇന്ന് പ്രസ്താവന നടത്തുമെന്ന് പാർലമെന്റിന്റെ നടപടിക്രമങ്ങളിൽ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. എന്നാൽ അതിനപ്പുറത്തേക്ക് ഈ വിഷയത്തിൽ തുറന്ന ചർച്ച വേണം എന്നുള്ളതാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം. ഇറാനുമായി വർഷങ്ങളോളം സൗഹൃദമുള്ള രാജ്യമാണ് ഇന്ത്യ. എന്നാൽ ഇറാന്റെ പരമോന്നത നേതാവിനെ ആക്രമിച്ച് കൊലപ്പെടുത്തിയിട്ട് പോലും അത് അപലപിച്ച് രാജ്യം തയ്യാറായിട്ടില്ല. ഇത് കാലങ്ങളായി ഇന്ത്യ പിന്തുടരുന്ന നയത്തിൽ നിന്നുള്ള വ്യതിചലനമാണ് എന്നും അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ദീർഘമായ ചർച്ച ആവശ്യമാണ് എന്നുള്ളതുമാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം. ഇന്ന് സഭ സമ്മേളിക്കുന്ന ഘട്ടത്തിൽ ഇക്കാര്യം ആവശ്യപ്പെടാൻ തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. എന്തായാലും ഈ വിഷയം ഉൾപ്പെടെ ഉയർന്നുകൊണ്ട് ഭരണ പ്രതിപക്ഷ ഏറ്റുമുട്ടലിന് ഇത്തവണത്തെ ബജറ്റ് സമ്മേളനത്തിന്റെ രണ്ടാം പാദവും സാക്ഷ്യം വഹിക്കുമെന്ന് ഏതാണ്ട് ഉറപ്പായിരിക്കുകയാണ്. തീർച്ചയായും ഏതായാലും പ്രതിഷേധങ്ങൾ ഇന്നും തുടരും എന്നതാണ് മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് വിദേശകാര്യമന്ത്രിയുടെ പ്രസ്താവന ഇറാൻ ഇസ്രയേൽ സംഘർഷവുമായി ബന്ധപ്പെട്ടുണ്ടാകും. അതിൽ പ്രതിപക്ഷത്തിന് വിമർശനമുണ്ട്. അത് സഭയിലും ഉന്നയിക്കപ്പെടും. ഒപ്പം ഓം ബിർളയ്ക്കെതിരായ അവിശ്വാസ പ്രമേയം കൂടി സഭയിലേക്ക് വരികയാണ്, പാർലമെന്റിലേക്ക് വരികയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണിന്ന് ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം. ഇനി മറ്റൊരു റിപ്പോർട്ടിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ഇസ്രായേൽ ആക്രമണത്തിന് പിന്നാലെ ഇറാന്റെ ആകാശത്ത് കറുത്ത മേഘപടലങ്ങൾ രൂപപ്പെട്ടതായ റിപ്പോർട്ട്. മഴയ്ക്ക് കറുത്ത നിറമുണ്ടായിരുന്നുവെന്നും വെള്ളത്തിൽ എണ്ണപ്പാട പോലെ അവശിഷ്ടങ്ങൾ കണ്ടതായും പ്രദേശവാസികൾ പറയുന്നു. ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുകയാണ്. ടെഹ്റാനിലെയും അൽബോസ് പ്രവിശ്യയിലെയും 4 എണ്ണ സംഭരണ കേന്ദ്രങ്ങളിലും എണ്ണ ഉത്പാദന കൈമാറ്റ കേന്ദ്രത്തിലുമാണ് ആക്രമണമുണ്ടായത്. പിന്നാലെ എണ്ണ സംഭരണ കേന്ദ്രങ്ങളിൽ വൻ തീപിടുത്തമുണ്ടായി. ശക്തമായ പുകയുയർന്നു. ആക്രമണത്തിനു പിന്നാലെ ടെഹ്റാനിൽ കറുത്ത നിറത്തിലുള്ള മഴ പെയ്തതായി CNN റിപ്പോർട്ട് ചെയ്തു. വെള്ളത്തിൽ എണ്ണയുടെ അംശം കലർന്നിട്ടുണ്ടെന്നും പ്രദേശവാസികൾ പറഞ്ഞു. Major airstrikes in the south and the west of the city happened last night where oil installations were hit, oil storage facilities, apparently also a refinery might have been hit as well. തുടർന്നും വിഷമഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് ഇറാനിയൻ റെഡ് ക്രസന്റ് മുന്നറിയിപ്പ് നൽകി. ആക്രമണത്തിന് ശേഷമുണ്ടാകുന്ന മഴയിൽ ജനങ്ങൾ പുറത്തേക്ക് ഇറങ്ങരുതെന്നും കോൺക്രീറ്റ് അല്ലെങ്കിൽ മെറ്റൽ റൂഫിനു കീഴിൽ അഭയം തേടണമെന്നും റെഡ് ക്രസന്റ് മുന്നറിയിപ്പ് നൽകി. ഷഹരാൻ ഓയിൽ ഡിപ്പോയിൽ നിന്നും എണ്ണ റോഡിലേക്ക് ഒഴുകിയതായി ദൃക്സാക്ഷികൾ പറയുന്നു. സൈനിക ആവശ്യത്തിന് ഉപയോഗിച്ചിരുന്ന എണ്ണ സംഭരണ കേന്ദ്രങ്ങളാണ് ആക്രമിച്ചതെന്ന് ഇസ്രായേൽ വ്യക്തമാക്കി. ഇന്റർനാഷണൽ ഡെസ്ക് 24. ഇറാനിലെ ഭരണമാറ്റത്തിനുള്ള അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും നീക്കങ്ങളിൽ മുന്നറിയിപ്പുമായി ചൈന. ഭരണമാറ്റത്തിനുള്ള നീക്കത്തിന് പൊതുജന പിന്തുണ ലഭിക്കില്ലെന്ന് ചൈനീസ് വിദേശകാര്യമന്ത്രി. ഇറാന്റെ പരമാധികാരത്തെ മാനിക്കണം. സൈനിക നീക്കങ്ങൾ ഉടൻ അവസാനിപ്പിക്കണമെന്നും ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യി അഭിപ്രായപ്പെട്ടു. ലോകം കാട്ടുനീതിയിലേക്ക് നീങ്ങരുതെന്നും വാങ് യി മുന്നറിയിപ്പ് നൽകി. മധ്യപൂർവേഷ്യയിലെ സംഘർഷം ഒരിക്കലും ഉണ്ടാകരുതായിരുന്നെന്ന് ചൈന. ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമനേയി കൊല്ലപ്പെട്ടതിനെ ചൈന അപലപിച്ചു. ഇറാനിയൻ യുദ്ധക്കപ്പൽ ഐറിസ് ബഷറിലുണ്ടായിരുന്ന നാവികർക്ക് സൗജന്യ വിസ അനുവദിക്കാൻ നീക്കവുമായി ശ്രീലങ്ക. വിസയ്ക്ക് 1 മാസത്തെ കാലാവധിയുണ്ടാകും. അമേരിക്കയുടെ ആക്രമണ ഭീഷണിയെ തുടർന്ന് കപ്പലിൽ എഞ്ചിൻ തകരാർ ചൂണ്ടിക്കാട്ടിയാണ് അധികൃതർ ശ്രീലങ്കയിൽ നിന്ന് സഹായം തേടിയത്. ശ്രീലങ്കൻ തീരത്ത് യുഎസിന്റെ ആണവ അന്തർവാഹിനി ടോർപിഡോ ആക്രമണത്തിൽ ഇറാന്റെ യുദ്ധക്കപ്പൽ ഐറിസ് ദേന മുക്കിയതിനെ തുടർന്ന് 32 നാവികർക്ക് ശ്രീലങ്ക നേരത്തെ അഭയം നൽകിയിരുന്നു. ശനിയാഴ്ച കസ്റ്റഡിയിലെടുത്ത ഐറിസ് ബുഷറിൽ നിന്ന് 204 നാവികരെ ശ്രീലങ്കൻ നാവികത്താവളത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അങ്കമാലിയിൽ അമിത വേഗത്തിലെത്തിയ കാർ ഇടിച്ച് വിദ്യാർത്ഥിനിയായ ജാസ്ലിയ മരിച്ച കേസിൽ പ്രതി സിറിയക് ജോർജിനെ പിടികൂടുന്നതിൽ അങ്കമാലി പോലീസ് വീഴ്ച വരുത്തിയിട്ടില്ലെന്ന് ആലുവ ഡിവൈഎസ്പിയുടെ റിപ്പോർട്ട്. നടപടിക്രമങ്ങൾ കൃത്യമായി പാലിച്ചെന്നും പ്രതി രക്ഷപ്പെട്ടത് പോലീസിന്റെ കണ്ണു വെട്ടിച്ചെന്നും റിപ്പോർട്ടിൽ പറയുന്നു. 24 ബ്രേക്കിംഗ്. വിഷ്ണു സുരേഷാണ് ചേരുന്നത് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി. വിഷ്ണു, ഈ റിപ്പോർട്ടിൽ ഇതിങ്ങനെ പറയാനുള്ള ഒരു കാരണം എന്താണെന്നുള്ള ചോദ്യം സ്വാഭാവികമായിട്ടും ഉണ്ടാവും. കാരണം അത്രയേറെ വിമർശനങ്ങൾ ഉയർന്നിരുന്നു. കുടുംബത്തിന്റെ പരാതി, അവരുടെ ദുഃഖം, വിഷമൊക്കെ നമ്മൾ കണ്ടതാണ് ഈ വാർത്തയിൽ.
സ്മിത, അതിന് പിന്നാലെ തന്നെ കുടുംബം പോലീസിനെതിരെ പരസ്യ പ്രതികരണവും നടത്തിയിരുന്നു. പ്രതി സിറിയക് ജോർജിനെ സംരക്ഷിക്കാനുള്ള ശ്രമം പോലീസിന്റെ ഭാഗത്തുണ്ടായി എന്നാണ് അവർ വാർത്താ സമ്മേളനം വിളിച്ച് പറഞ്ഞത്. ആ പശ്ചാത്തലത്തിലാണ് ഇതിന്റെ സമഗ്ര ഭാഗങ്ങളും അന്വേഷിക്കുന്നതിന് വേണ്ടി എറണാകുളം റൂറൽ എസ് പി കെ സുദർശൻ ആലുവ ഡിവൈഎസ്പിക്ക് നിർദ്ദേശം നൽകിയത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അതുമായി ബന്ധപ്പെട്ടുള്ള പ്രാഥമിക അന്വേഷണം ആലുവ ഡിവൈഎസ്പി നടത്തി. അതിലാണ് ഇപ്പോൾ പോലീസിന് വീഴ്ച സംഭവിച്ചിട്ടില്ല എന്ന വിലയിരുത്തലിലേക്ക് എത്തിയിട്ടുള്ളത്. കൃത്യമായ നടപടിക്രമങ്ങൾ പാലിച്ചിട്ടുണ്ട്. ആദ്യം ഇതൊരു ആക്സിഡന്റ് കേസായിരുന്നു, ഒരു ഹിറ്റ് ആൻഡ് റൺ കേസായിരുന്നു. അതിനുശേഷം പെൺകുട്ടി മരിക്കുന്നു. അതിന് പിന്നാലെ തന്നെ നോൺ ബെയിലബിൾ ഇട്ട് കുറ്റകരമായ നരഹത്യ അടക്കമുള്ള വകുപ്പുകൾ പോലീസ് കൃത്യമായി ചുമത്തി. അപ്പോൾ പ്രതി ആ സമയത്ത് അവിടെ നിന്ന് പോലീസിന്റെ കണ്ണുവെട്ടിരിച്ച് രക്ഷപ്പെട്ടു. പലയിടങ്ങളിലും പോലീസ് പ്രതിയെ തെരഞ്ഞെത്തിയെങ്കിലും അവിടെ നിന്നൊക്കെ പ്രതി രക്ഷപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അതാണ് ഈ സംഭവത്തിൽ ഈ പ്രതിയെ പിടികൂടുന്നുണ്ടായ ഒരു കാലതാമസം. അതും അത്ര വലിയ കാലതാമസമായി പോലീസ് കണക്ക് കൂട്ടുന്നില്ല. കാരണം കുറ്റകരമായ നരഹത്യ ചുമത്തി 2-ാം ദിവസം പ്രതിയെ പിടികൂടി എന്നാണ് പോലീസ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ വീഴ്ചകൾ ഉണ്ടായിട്ടില്ല എന്നാണ് പോലീസ് ആലുവ ഡിവൈഎസ്പി നിലവിൽ എസ് പിയോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. അതിൽ ഇനിയിപ്പോൾ കുടുംബത്തിന് ഏതെങ്കിലും തരത്തിലുള്ള അതൃപ്തി ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളതാണ് നോക്കിക്കാണേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഇതൊരു വസ്തുത നിലനിൽക്കുന്നത് ഈ സംഭവം നടന്ന് 7-ാം ദിവസമാണ് പ്രതിയെ പിടികൂടുന്നത് എന്നുള്ളതാണ്. അതും വലിയ പ്രതിഷേധങ്ങൾക്ക് ഒടുവിൽ. ആ ഘട്ടത്തിലാണ് പോലീസിന് ഈ സംഭവത്തിൽ അങ്കമാലി പോലീസിന് ഈ സംഭവത്തിൽ ഏതെങ്കിലും അസ്വാഭാവികമായ ഇടപെടൽ നടത്തിയിട്ടുണ്ടെന്ന് സംശയം ഉയർന്നു വന്നത്. പക്ഷേ ആലുവ ഡിവൈഎസ്പി നടത്തിയ അന്വേഷണത്തിൽ അത്തരത്തിലൊരു അസ്വാഭാവികതയും ഉണ്ടായിട്ടില്ല. കൃത്യമായി തന്നെ പോലീസ് ആക്ട് ചെയ്തു എന്നാണ് നിലവിലെ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. സ്മിത. ശരി വിഷ്ണു, ഏതായാലും പോലീസിന്റെ കണ്ണ് വെട്ടിച്ചു എന്ന റിപ്പോർട്ടിൽ തന്നെ പറയുന്നുണ്ട്. പക്ഷേ വീഴ്ചയൊന്നുമില്ല എന്നാണ് കണ്ടെത്തൽ. ഡിവൈഎസ്പിയുടെ റിപ്പോർട്ടിന്റെ വിശദാംശങ്ങളാണ് വിഷ്ണു സുരേഷ് പങ്കുവച്ചത്. കേരളത്തിൽ അതിവേഗ റെയിൽപാതയ്ക്കായുള്ള പ്രവർത്തനങ്ങളുമായി ഇ ശ്രീധരൻ മുന്നോട്ട് തന്നെ പോവുകയാണ്. പദ്ധതിയെക്കുറിച്ച് ജനങ്ങളോട് വിശദീകരിക്കുന്നതിനായി ഇന്ന് മലപ്പുറത്ത് ജനസമ്പർക്ക പരിപാടി നടത്തും. രാവിലെ 10:30 മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് ഓഡിറ്റോറിയത്തിലാണ് പരിപാടി. വർഷ ഗിരീഷാണ് ചേരുന്നത് കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി. വർഷ, പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇ ശ്രീധരൻ വലിയ കോൺഫിഡൻസ് കാണിക്കുന്നു. കഴിഞ്ഞ ദിവസം തന്നെ സർക്കാരിൻ്റെ ഈ മുമ്പ് പറഞ്ഞ സിൽവർ ലൈനുമായി ബന്ധപ്പെട്ട് കേന്ദ്രം കൂടുതൽ വിശദാംശങ്ങൾ തേടുന്നുണ്ട്. അതിൽ ചില DPR-ൽ മാറ്റം വരുത്താനൊക്കെ നിർദ്ദേശിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിലേത് പാത വരുമെന്നറിയില്ല. പക്ഷേ ഇ ശ്രീധരൻ പാതയുമായി ബന്ധപ്പെട്ട് വിശദീകരണങ്ങൾ തുടരുകയാണ്. ജനങ്ങൾക്ക് ഉള്ള ആശങ്കകൾ നീക്കുക, തൻ്റെ പ്ലാൻ വിശദമാക്കുക, അതല്ലേ ലക്ഷ്യം? അതെ, പ്രധാനമായും ഈ ഒരു പാതയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഈ ശ്രീധരന്റെ തീരുമാനം. അതിവേഗ പാതയുമായി അതിവേഗം തന്നെ ശ്രീധരൻ മുന്നോട്ട് പോവുകയാണ്. അതിനായുള്ള ജനസമ്പർക്ക പരിപാടിക്കാണ് ഇന്ന് തുടക്കം കുറിക്കുന്നത്. മലപ്പുറത്ത് 10:30 ആദ്യ ജനസമ്പർക്ക പരിപാടി. മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് ഓഡിറ്റോറിയത്തിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ജനങ്ങളെ ഇതുമായി ബന്ധപ്പെട്ട് ജനങ്ങളുടെ ആശങ്ക അകറ്റുക എന്നുള്ളതാണ് പ്രധാന ലക്ഷ്യമെന്നാണ് ഈ ശ്രീധരൻ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത്. കാരണം സിൽവർ ലൈൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് പല രീതിയിലുള്ള ജനപ്രക്ഷോഭങ്ങളും നമ്മൾ കണ്ടതാണ്. അത്തരമൊരു സാഹചര്യത്തിൽ ജനങ്ങളെ ഇത് സംബന്ധിച്ച് ബോധവാന്മാരാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ശ്രീധരൻ എന്തായാലും ഈ ഒരു ജനസമ്പർക്ക പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. അത് ആദ്യം നടക്കുന്നത് ഇവിടെ മലപ്പുറത്താണ് എന്നുള്ളതാണ്. ശേഷം മറ്റ് 19 ഇടങ്ങളിലും ജനസമ്പർക്ക പരിപാടി സംഘടിപ്പിക്കുമെന്നുള്ളതാണ് ഈ ശ്രീധരൻ തന്നെ വ്യക്തമാക്കുന്നത്. ഇതിൽ എടുത്തു പറയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ ഒരു പദ്ധതി നാഷണൽ ഹൈ സ്പീഡ് റെയിൽ കോർപ്പറേഷൻ വ്യക്തമാക്കിയ കാര്യമനുസരിച്ച് ഈ ഒരു പദ്ധതി നടത്താൻ വേണ്ടി കേരളത്തിൽ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ ഈ ശ്രീധരൻ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കേരളത്തിലെ ഹൈസ്പീഡ് റെയിൽവേയുമായി ബന്ധപ്പെട്ട് നാഷണൽ ഹൈസ്പീഡ് കോർപ്പറേഷന് യാതൊരു ബന്ധവും ഇല്ല എന്നുള്ള കാര്യവുമാണ്. ഇത് സംബന്ധിച്ച് കേന്ദ്ര മന്ത്രാലയം, റെയിൽവേ കേന്ദ്ര മന്ത്രാലയം ഉടൻ തന്നെ ഉത്തരവിറക്കുമെന്നുള്ള കാര്യം കൂടി അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും പദ്ധതിയുമായി അതിവേഗം മുന്നോട്ട് പോകാൻ തന്നെയാണ് ഈ ശ്രീധരന്റെ തീരുമാനം. റെയിൽവേ കേന്ദ്രമന്ത്രി നൽകിയ ഉറപ്പിന്റെ ഒരു വാക്കുറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് താൻ മുന്നോട്ട് പോകുന്നതെന്നുള്ള കാര്യം കൂടെ ഈ ശ്രീധരൻ വ്യക്തമാക്കിയിരുന്നു. എന്തായാലും പദ്ധതി നടപ്പിലാകുമെന്ന് തന്നെയാണ് ഈ ശ്രീധരൻ പറയുന്നത്. ശരി വർഷ, ഏതായാലും സിൽവർ ലൈനിൻ്റെ മഞ്ഞക്കല്ലുകളൊക്കെ പിഴുതുള്ള വലിയ പ്രതിഷേധം കേരളമെമ്പാടും നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഒരു ഏറ്റുമുട്ടൽ ജനങ്ങളുമായി ഉണ്ടാവരുത് എന്ന് ഈ ശ്രീധരൻ ആഗ്രഹിക്കുന്നുണ്ട്. മാത്രമല്ല ഈ പാതയുടെ അടിയിൽ ഏറ്റെടുക്കുന്ന സ്ഥലത്ത് തന്നെ കൃഷിയൊക്കെ വീണ്ടും അനുവദിക്കും, ആ സ്ഥലത്തെ ഉടമകൾക്ക് കൃഷി ചെയ്യാമെന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. ഏതായാലും റെയിൽവേ മന്ത്രാലയം ഇപ്പോഴും അത് ഓതറൈസ് ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം കൂടി അവിടെ നിൽക്കുകയാണ്. പക്ഷേ മെട്രോമാൻ മുന്നോട്ട് തന്നെയാണ്. ഇനി മറ്റൊരു റിപ്പോർട്ടിലേക്കാണ്. എലത്തൂരിൽ വീണ്ടും മത്സരിക്കാൻ ശ്രമിക്കുന്ന മന്ത്രി AK ശശീന്ദ്രന് ഇന്ന് നിർണായക ദിവസമാണ്. ശശീന്ദ്രന് വീണ്ടും സീറ്റ് നൽകുന്നത് ചർച്ച ചെയ്യാൻ NCP ഇലക്ഷൻ കമ്മിറ്റി യോഗം ഇന്ന് ചേരും. പ്രായവും ആരോഗ്യ പ്രശ്നങ്ങളും കണക്കിലെടുത്ത് AK ശശീന്ദ്രന് സീറ്റ് നൽകരുതെന്ന ആവശ്യം NCPയിൽ ശക്തമാണ്. സംസ്ഥാന നേതൃത്വത്തിലുള്ളവരും ശശീന്ദ്രന് സീറ്റ് നൽകുന്നതിനെ എതിർക്കുന്നുണ്ട്. ഇലക്ഷൻ കമ്മിറ്റിയുടെ കഴിഞ്ഞ യോഗത്തിലും എതിർപ്പുയർന്നിരുന്നു.
ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള കേസിൽ ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻ സിഇഒ പങ്കജ് ഭണ്ഡാരി നൽകിയ ജാമ്യാപേക്ഷ സുപ്രീം കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. കഴിഞ്ഞ തവണ കേസ് പരിഗണിക്കവേ ശബരിമലയിൽ ബാക്കി എന്തെങ്കിലും സ്വർണം അവശേഷിക്കുന്നുണ്ടോ എന്ന് സുപ്രീം കോടതി ചോദിച്ചിരുന്നു. കുറ്റകൃത്യത്തിൽ പങ്കില്ലെന്നും നിയമവിരുദ്ധമായാണ് തന്നെ അറസ്റ്റ് ചെയ്തതെന്നുമാണ് പങ്കജ് ഭണ്ഡാരിയുടെ വാദം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അറസ്റ്റിലായ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ അംഗം എൻ വിജയകുമാറിന്റെ ജാമ്യ ഹർജിയിൽ കൊല്ലം വിജിലൻസ് കോടതി ഇന്ന് വിധി പറയും. ആരോഗ്യ പ്രശ്നങ്ങൾ ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിയാണ് വിജയകുമാർ ജാമ്യ ഹർജി സമർപ്പിച്ചത്. സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട 2 കേസുകളിലും പ്രതിയാണ് വിജയകുമാർ. 2025 ഡിസംബർ 29 പ്രത്യേക അന്വേഷണ സംഘം വിജയകുമാറിനെ അറസ്റ്റ് ചെയ്തത്. കേസിൽ ഇതുവരെ 8 പ്രതികൾ ജയിൽ മോചിതരായിട്ടുണ്ട്. ഡൽഹി മദ്യനയ അഴിമതി കേസിൽ ആം ആദ്മി പാർട്ടി കൺവീനർ അരവിന്ദ് കെജ്രിവാൾ ഉൾപ്പെടെയുള്ള പ്രതികളെ കുറ്റവിമുക്തരാക്കിയ വിധിക്കെതിരെ CBI നൽകിയ അപ്പീൽ ഡൽഹി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. കേസിലെ റൌസ് അവന്യൂ കോടതി വിധിക്കെതിരായാണ് CBIയുടെ അപ്പീൽ. അന്വേഷണത്തിന്റെ വശങ്ങൾ കൃത്യമായി പരിശോധിക്കാതെയാണ് കീഴ്ക്കോടതി വിധി പ്രസ്താവിച്ചതെന്നാണ് CBIയുടെ ആരോപണം. മദ്യനയ കേസിൽ കെജ്രിവാൾ, സിസോദിയ ഉൾപ്പെടെ 21 പേർക്കെതിരായ CBI കുറ്റപത്രം പരിഗണിക്കാൻ വിസമ്മതിച്ചുകൊണ്ടാണ് പ്രത്യേക കോടതി പ്രതികളെ കുറ്റവിമുക്തരാക്കിയത്. എക്സൈസ് നയം രൂപീകരിച്ചതിനു പിന്നിലെ ഗൂഢാലോചന തെളിയിക്കുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടു എന്നും കോടതി പറഞ്ഞിരുന്നു. ഇനിയൊരു സന്തോഷമുള്ള കാര്യമാണ്. പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ ചികിത്സാ പിഴവിനെ തുടർന്ന് വലതുകൈ മുറിച്ചു മാറ്റേണ്ടി വന്ന 9 വയസ്സുകാരി വിനോദിനിയെ പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ടാവും. 6 മാസങ്ങൾക്ക് ശേഷം ഇന്നു മുതൽ വീണ്ടും വിനോദിനി സ്കൂളിലേക്ക് പോവുകയാണ്. സെപ്റ്റംബർ 24 വീട്ടുമുറ്റത്ത് കളിക്കുന്നതിനിടെ വീണ് പരിക്കേറ്റത്. വിനോദിനിക്ക് പ്രതിപക്ഷ നേതാവ് VD സതീശൻ നൽകിയ ധനസഹായത്തിൽ കൃത്രിമ കൈ വെച്ചുപിടിപ്പിച്ചിരുന്നു. പ്രേക്ഷകർ ആ ദൃശ്യങ്ങളൊക്കെ നമ്മളുടെ ഓർമ്മയിലുണ്ട്. ഇന്ന് പല്ലശ്ശന ഒഴിവായിലുള്ള ഗവൺമെന്റ് LP സ്കൂളിലാണ് വിനോദിനി എത്തുക. മോൾക്ക് എല്ലാവിധ ആശംസകളും. ഓൾ ദ ബെസ്റ്റ്. കണ്ണൂർ മുൻ ADM K നവീൻ ബാബുവിന്റെ മരണത്തിൽ തുടരന്വേഷണം ആവശ്യപ്പെട്ട് ഭാര്യ മഞ്ജുഷ നൽകിയ ഹർജിയിൽ തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതി ഇന്ന് വിധി പറയും. നേരത്തെ നടന്ന അന്വേഷണത്തിൽ സംശയം ഉന്നയിച്ചാണ് മഞ്ജുഷ തുടരന്വേഷണ ഹർജി നൽകിയത്. എന്നാൽ നിലവിലെ അന്വേഷണം മതിയെന്നും തുടരന്വേഷണം ആവശ്യമില്ലെന്നും കാണിച്ച് കണ്ണൂർ ടൗൺ പോലീസ് ഇൻസ്പെക്ടർ ബിനു മോഹൻ കഴിഞ്ഞ മാസം കോടതിയിൽ റിപ്പോർട്ട് നൽകിയിരുന്നു. തുടരന്വേഷണത്തെ പ്രോസിക്യൂഷനും കോടതിയിൽ എതിർത്തു. PP ദിവ്യയ്ക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകനും തുടരന്വേഷണം ആവശ്യമില്ലെന്നാണ് വാദിച്ചത്. അന്വേഷണം നടത്തുകയാണെങ്കിൽ ഉടൻ റിപ്പോർട്ട് നൽകണമെന്നും പ്രതിഭാഗം ആവശ്യപ്പെട്ടു. ഇനിയൊരു വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു റിപ്പോർട്ടിലേക്കാണ് പോകുന്നത്. വനിതാ ദിനത്തിൽ ഓഫ് റോഡ് ട്രാക്കിൽ കരുത്ത് തെളിയിച്ച് പെൺപുലികൾ. എറണാകുളം കാക്കനാട് നടത്തിയ 4x4 ഓഫ് റോഡ് ഡ്രൈവിൽ നിരവധി വനിതകളാണ് പങ്കെടുത്തത്. റോഡിലൂടെ മാത്രം വാഹനമോടിച്ച ശീലമുള്ള ഒരു കൂട്ടം വനിതകൾ ഒരു തവണയെങ്കിലും ഓഫ് റോഡ് ഡ്രൈവ് പരീക്ഷിക്കണമെന്ന ആഗ്രഹത്തോടെ ട്രാക്കിലേക്ക് ഇറങ്ങിയപ്പോൾ ലഭിച്ചത് ജീവിതത്തിൽ മറക്കാനാവാത്ത അനുഭവം. It was really good. ഒരു life changing moment ആയിരുന്നു that I could do this. So super happy, super excited, looking for more for such events. പൊതുബോധങ്ങളെയും മുൻവിധികളെയും തകർത്ത് അവർ ട്രാക്കിൽ കരുത്തു തെളിയിച്ചു. ആദ്യമായിട്ടാണ്. റോഡിൽ വണ്ടി ഓടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ ഈ പരിപാടിക്ക് വന്നതാണ്. പക്ഷെ അടിപൊളി സൂപ്പർ എക്സ്പീരിയൻസ്. ഇനി അടുത്ത ട്രാക്കിലേക്ക് വേണ്ടി എക്സൈറ്റഡാ. ഭയങ്കര പേടിയില്ലായിരുന്നു പക്ഷെ എക്സൈറ്റഡ് ആയിരുന്നു എന്താവുന്നു. വനിതാ ദിനത്തിന്റെ ഭാഗമായി വാ പോവാം ട്രാവൽ കമ്പനിയാണ് സാധാരണക്കാരായ സ്ത്രീകൾക്ക് വേണ്ടി ഓഫ് റോഡ് ഡ്രൈവ് സംഘടിപ്പിച്ചത്. കമ്പനി സ്ഥാപകയായ അപർണ ഉമേഷാണ് വനിതകൾക്ക് പരിശീലനം നൽകി ട്രാക്കിലിറക്കിയത്. ഉമാ തോമസ് MLA പരിപാടി ഫ്ളാഗ് ഓഫ് ചെയ്തു. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി പല മേഖലയിലുള്ള നിരവധി സ്ത്രീകൾ ഓഫ് റോഡ് ഡ്രൈവിൽ പങ്കെടുത്തു. 24 കൊച്ചി. അമൃത വിശ്വവിദ്യാപീഠം കൊച്ചി ക്യാമ്പസിൽ അന്താരാഷ്ട്ര വനിതാ ദിനാഘോഷം സംഘടിപ്പിച്ചു. എറണാകുളം ഫ്ലൈയിംഗ് സ്ക്വാഡ് ഡിവിഷൻ DFO KR വീണാദേവി മുഖ്യാതിഥിയായിരുന്നു. മാതാ അമൃതാനന്ദമയി മഠം ജനറൽ സെക്രട്ടറി സ്വാമി പൂർണ്ണാമൃതാനന്ദപുരി അനുഗ്രഹ പ്രഭാഷണം നടത്തി. അമൃത വിശ്വവിദ്യാപീഠം ഡീനും ഡയറക്ടറുമായ ഡോക്ടർ U കൃഷ്ണകുമാർ, ഫോറൻസിക് ഫോട്ടോഗ്രാഫർ VV ബിന്ദു കൊടുങ്ങല്ലൂർ എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് സാംസ്കാരിക തന്ത്രജ്ഞയും
ക്ലാസിക്കൽ നർത്തകിയുമായ പ്രൊഫസർ ഡോക്ടർ മാനസി രഘുനന്ദൻ, ബംഗളൂരു സോൾ ഓഫ് മ്യൂസിക് അക്കാദമി സ്ഥാപകയായ രാധിക സേതു മാധവൻ തുടങ്ങിയവർ സംസാരിച്ചു. പരിപാടികൾക്ക് അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം മേധാവി ഡോക്ടർ അശ്വതി എസ്, വിഷ്വൽ മീഡിയ ആൻഡ് കമ്മ്യൂണിക്കേഷൻ വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ലക്ഷ്മി രവീന്ദ്രൻ, അപർണ നമ്പൂതിരി തുടങ്ങിയവർ നേതൃത്വം നൽകി. ചടങ്ങിൽ പോസ്റ്റർ മത്സര വിജയികൾക്കുള്ള സമ്മാനദാനവും നടന്നു. കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല രചിച്ച നോവൽ നിയോഗത്തിന്റെ പ്രകാശനം ഇന്ന് തിരുവനന്തപുരം അപ്പോളോ ഡെമോറ ഹോട്ടലിൽ നടക്കുന്ന ചടങ്ങിൽ ടി പത്മനാഭൻ പ്രകാശനം ചെയ്യും. സംവിധായകൻ ബ്ലസ്സി പുസ്തകം സ്വീകരിക്കും. പ്രമുഖ സാഹിത്യകാരൻ ഡോക്ടർ ജോർജ് ഓണക്കൂർ അധ്യക്ഷനാകുന്ന ചടങ്ങിൽ നിരൂപകൻ ഡോക്ടർ പി.കെ. രാജശേഖരൻ പുസ്തകം പരിചയപ്പെടുത്തും. നിരവധി പുസ്തകങ്ങൾ രചിച്ചിട്ടുണ്ടെങ്കിലും രമേശ് ചെന്നിത്തലയുടെ ആദ്യ നോവലാണ് നിയോഗം. നടി ലെനയുടെ രണ്ടാമത്തെ പുസ്തകം പുറത്തിറങ്ങുന്നു. വിമൻ ഓഫ് പോസ് എന്ന പേരിലുള്ള പുസ്തകത്തിന്റെ കവർ പ്രകാശനം ഗഗൻയാൻ ദൗത്യത്തലവനും ലെനയുടെ ഭർത്താവുമായ ക്യാപ്റ്റൻ പ്രശാന്ത് ബി നായർ നിർവഹിച്ചു. DC ബുക്സ് ആണ് പ്രസാധകർ. മധ്യവയസ്കരായ സ്ത്രീകൾക്കുണ്ടാകുന്ന ശാരീരികവും മാനസികവുമായ മാറ്റങ്ങളാണ് പുസ്തകത്തിന്റെ ഇതിവൃത്തം. ദൈവത്തിന്റെ ആത്മകഥയാണ് ലെനയുടെ ആദ്യ പുസ്തകം. പുസ്തകം തന്റെ അമ്മയ്ക്ക് സമർപ്പിക്കുന്നതായി ലെന പറഞ്ഞു. പുസ്തകം ജൂണിൽ പുറത്തിറങ്ങും. ബുക്കിംഗ് ആരംഭിച്ചിട്ടുണ്ട്. ഈ ബുക്ക് അമ്മയ്ക്ക് ഡെഡിക്കേറ്റ് ചെയ്യാനുള്ള കാരണം, ഈ ബുക്കിന്റെ പേര് ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട് കുറേ ഇന്റർവ്യൂസിൽ. ബുക്കിന്റെ പേര് വിമനോപോസ് എന്നാണ്. വിമനോപോസ് ഒരു പ്ലേ ഓൺ ദ വേർഡ് മെനോപോസ് ആണ്. പക്ഷെ ആക്ച്വലി ഈ ബുക്ക് സംസാരിക്കുന്നത് മെനോപോസിനെ പറ്റിയല്ല. പെരിമെനോപോസ് എന്ന് പറയുന്ന സ്ത്രീകൾ ഏകദേശം 15-20 വർഷം അവരുടെ ജീവിതത്തിന്റെ കടന്നു പോകുന്നൊരു ഘട്ടത്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.